ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വരാന്ത റീസ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ എന്താണ് ഹിസ്റ്ററിയുടെ സീരീസ് ആയിരുന്നു കണ്ടിന്യൂ ആയിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഭാഗമായ ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ 4ാമത്തെ ക്ലാസ് ആണിത്. ആദ്യത്തെ 3 ക്ലാസ്സിലായിട്ട് നമുക്ക് സ്റ്റോൺ ഏജ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ, വേദിക് ഏജിന് ശേഷം വരുന്ന ജൈനിസം, ബുദ്ധിസം വരെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ പാർട്ടാണിത്. 4ാമത്തെ പാർട്ടായി ഇതിൽ വരുന്നത് എന്താണ് വേദിക് ഏജ് കഴിഞ്ഞു, ജൈനിസം, ബുദ്ധിസം കഴിഞ്ഞു. ഈ ഒരു കാലഘട്ടത്തിനിടയിൽ നമ്മൾ പഠിച്ച ഒരു പോർഷനാണ് മഹാജനപദാസ് അല്ലെങ്കിൽ 16 നാട്ടുരാജ്യങ്ങളെ പറ്റി പഠിച്ചു. അപ്പൊ 16 നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു ഒരെണ്ണം മാത്രം ഓർത്താൽ മതി. ഏതാണ്? മഗധ. അപ്പൊ മഗധ റിലേറ്റ് ചെയ്ത് വരുന്ന ഡൈനാസ്റ്റിയും. ഇനി നമ്മൾ ഏൻഷ്യൻ ഇന്ത്യയിൽ 2 വലിയ എംപയർ ആണ് പഠിക്കാനുള്ളത്. ഒന്ന് മൗര്യൻ എംപയറും മറ്റേത് ഗുപ്ത എംപയറും ആണ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൗര്യൻ എംപയർ ആണ്. അത് കഴിഞ്ഞ് ഈ ഒരു ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ ഏൻഷ്യന്റെ അടുത്ത പാർട്ടിലായിട്ട് നമ്മൾ ഗുപ്ത എംപയർ നോക്കും. അത് കഴിഞ്ഞ് ഹർഷവർദ്ധന ഡൈനാസ്റ്റിയോടെ കഴിഞ്ഞാൽ നമ്മൾ ഏൻഷ്യൻ ഹിസ്റ്ററി നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ഏകദേശം 3 ക്ലാസ്സിനുള്ളിൽ ഏൻഷ്യൻ ഹിസ്റ്ററി തീരുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എംപയർ മൗര്യൻ എംപയർ ആണ്. അപ്പം മൗര്യൻ എന്ന് പറയുന്നറിയാം, ഒരു ദിവസം പെട്ടെന്ന് എന്താണ് വലിയൊരു സാമ്രാജ്യം ഉണ്ടായി വരില്ല. അപ്പൊ ആ സാമ്രാജ്യത്തിന് മുമ്പ് കുറെ ചെറിയ ഡൈനാസ്റ്റികളാണ്. അതായത് ഏതൊരു വലിയ സാമ്രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് ചെറിയ നാട്ടുരാജ്യങ്ങളാണ്. അങ്ങനെ മൗര്യൻ എംപയറിന് മുമ്പും ചില നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ പറയുന്നതാണ് പ്രീ മൗര്യൻ ഡൈനാസ്റ്റി. നമ്മൾ പ്രീ മൗര്യൻ ഡൈനാസ്റ്റീസ് 3 എണ്ണമാണ് നമുക്കുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് മൗര്യൻ എന്ന എംപയറിൽ മെയിൻ ആയിട്ട് എന്തൊക്കെ പോയിന്റ്സ് ആണ് വരുന്നത്, ആ പോയിന്റ്സ് മാത്രമാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നമ്മുടെ ആദ്യത്തെ ഇത് വരുന്നത് പ്രീ മൗര്യൻ എംപയർ. ഞാൻ പറഞ്ഞു ഏതൊരു ഇപ്പൊ മൗര്യൻ എന്ന് പറയുന്ന പീരീഡ് നമ്മൾ ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ ഏതൊരു എംപയറിന് മുമ്പിലും ഏതൊരു എംപയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ എന്താണ് ഏതൊരു എംപയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ചെറിയ ഡൈനാസ്റ്റികളാണ്. ഈ ചെറിയ ഡൈനാസ്റ്റികൾ ചേർന്ന് നമുക്ക് എന്താണ് വലിയൊരു എംപയർ വരും. ആ എംപയറിന്റെ ഒരു പീക്ക് ടൈം, ആ എംപയർ ഏറ്റവും കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത സമയത്താണ് നമ്മൾ എന്താ ആ എംപയറിന്റെ പീരീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് മൗര്യൻ സാമ്രാജ്യത്തിന്റെ എംപയറിന്റെ പീരീഡ് അറൗണ്ട് ഏത് സമയമാണ്? അറൗണ്ട് 300 BC ആണ്. ഇപ്പൊ ഏതൊരു എംപയറിനെ പോലെ ഒരു പീക്ക് ടൈം കഴിയുമ്പോൾ എന്താണ് മൗര്യൻ എംപയറും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ട് മാറും. അതിനെ നമ്മൾ എന്ത് പറയും? പോസ്റ്റ് മൗര്യൻ ഡൈനാസ്റ്റീസ്. അപ്പൊ ഇത് പ്രീ മൗര്യൻ ഡൈനാസ്റ്റീസ്, ഇതെന്താണ് പോസ്റ്റ് മൗര്യൻ ഡൈനാസ്റ്റീസ്. ഇടയിലായിട്ട് മൗര്യൻ എന്ന് പറയുന്ന വലിയ എംപയർ. അപ്പൊ പ്രീ മൗര്യൻ ഡൈനാസ്റ്റീസിൽ നമുക്ക് 3 ഡൈനാസ്റ്റിയാണ് പഠിക്കാനുള്ളത്. ഒന്ന് നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാവുന്ന പോലെ ഹര്യങ്ക ഡൈനാസ്റ്റി, 2 ശിശുനാഗ, 3 ദന്ത ഡൈനാസ്റ്റി, 4 ഏതാണ്? മൗര്യൻ. അപ്പൊ ഈ 3 ഡൈനാസ്റ്റീസും ഏത് റീജിയൻ ഫോക്കസ് ചെയ്തിട്ടാണ് ഭരിച്ചുകൊണ്ടിരുന്നത്? ഈ 3 ഡൈനാസ്റ്റീസും മഗധ മഹാജനപദ. മഗധ എന്ന് പറയുന്ന ഒരു റീജിയൻ എന്താണ് അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് 3 ഡൈനാസ്റ്റീസും ഭരിച്ചിരുന്നത്. മൗര്യൻ സാമ്രാജ്യം വരുമ്പോൾ മഗധ എംപയർ മാത്രമല്ല, മഗധ തൊട്ട് എന്താണ് നമുക്ക് മാപ്പ് കാണുമ്പോൾ ഇനി കുറച്ച് മൗര്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കാണാം. ഇന്ത്യയുടെ ഓൾമോസ്റ്റ് 3/4 പാർട്ട് എവിടെ ഭരിച്ചിരുന്നു? മൗര്യൻ എംപയർ ഭരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഹര്യങ്ക, ശിശുനാഗ, നന്ദയൊക്കെ നമ്മൾ ഡൈനാസ്റ്റി എന്ന് പറയുമ്പോഴും മൗര്യൻ നമ്മൾ എന്താണ് ഒരു എംപയർ ആണ്. എന്തുകൊണ്ടായിരിക്കും ഈ 3 എന്നിരുന്നാലും 4ാമത്തെ മൗര്യൻ ഡൈനാസ്റ്റിയും ഏറ്റവും അവരുടെ ക്യാപിറ്റൽ ഒക്കെ എവിടെ കീപ്പ് ചെയ്തേ? മഗധ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ എന്തായിരിക്കും മഗധയുടെ പ്രത്യേകത? മഗധ വരുന്നത് ബീഹാറിലാണ്. ബീഹാർ അതിന്റെ തൊട്ടടുത്തുള്ള ഭാഗങ്ങൾ മെയിൻലി നമ്മൾ നോക്കുകയാണെങ്കിൽ ബീഹാർ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ജോഗ്രഫിക്കലുള്ള ഇമ്പോർട്ടൻസ് എന്താ? നമുക്കറിയാം, ഇതാണ് നമ്മുടെ ഇന്ത്യ എന്ന് സങ്കല്പിച്ചാൽ ഏകദേശം ഈ ഒരു ഭാഗം. ആ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് നോർത്തേൺ പ്ലെയിൻസ് അല്ലെങ്കിൽ നമ്മുടെ ഹിമാലയൻ റിവേഴ്സ് ഒക്കെ ഒഴുകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കൂടുതലും പ്ലെയിൻ റീജിയൻ ആണ്. അതുപോലെ എന്താണ് ഫെർട്ടൈൽ സോയിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അഡ്മിനിസ്റ്റർ ചെയ്യാനായാലും അഗ്രികൾച്ചർ, ആ സമയത്തെ ഏറ്റവും നല്ല എക്കണോമിക് ആക്ടിവിറ്റി എന്താണ്? അഗ്രികൾച്ചർ ചെയ്യാനാണെങ്കിലും ഏറ്റവും പ്രോപ്പറായിട്ട് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് മഗധ. അതുകൊണ്ട് തന്നെ മഗധ എന്താണ് ബേസ് ചെയ്തിട്ടാണ് അന്നത്തെ രാജാക്കന്മാരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ 3 ഡൈനാസ്റ്റി മഗധ മാത്രം കേന്ദ്രീകരിച്ചു. അത് കഴിഞ്ഞ് മൗര്യൻ എന്ന് പറയുന്ന വലിയ സാമ്രാജ്യം വരുമ്പോൾ മഗധ ബേസ് ചെയ്ത് ഇന്ത്യയിലെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും എന്തിന്റെ അണ്ടറിലായിരുന്നു? മൗര്യൻ എംപയറിന്റെ അണ്ടറിലായിരുന്നു. നമുക്ക് ഈ ഹര്യങ്ക, ശിശുനാഗ, നന്ദ ഡൈനാസ്റ്റി ഡീപ് ഡൗൺ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. മെയിൻ ആയിട്ട് അതിൽ വരുന്ന റൂളേഴ്സ്, അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ കാലത്ത് എന്തെങ്കിലും മെയിൻ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത്, ഈ 3 കാര്യങ്ങളിൽ തിരിച്ച് ഈ 3 ഹെഡിങ്സിലായിട്ട് മാത്രം നമുക്ക് ഈ ഒരു ഡൈനാസ്റ്റി പഠിച്ചാൽ മതി. ആദ്യം വരുന്ന ഹര്യങ്ക ഡൈനാസ്റ്റിയാണ്.
ഇപ്പോൾ ഓരോന്നിൻ്റെയും എന്താണ് ക്യാപിറ്റൽ നോക്കുമ്പോൾ ഒന്ന് മാത്രം നോക്കിയാൽ മതി, മൂന്നും എന്താണ് മഗധ റിലേറ്റ് ചെയ്ത. അപ്പം മഗധയിലെ ഓരോ സ്ഥലങ്ങളായിരിക്കും. ഓരോ റൂളേഴ്സ് വരുമ്പോൾ ക്യാപിറ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവും. മെയിനായിട്ട് എക്കണോമിക്കലി ഞാൻ എന്താണ് ആക്ടിവിറ്റീസ് ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് തന്നെ അറിയാം എക്കണോമിക് ആക്ടിവിറ്റി മെയിൻ എന്താണ് വരുന്നത്, അഗ്രികൾച്ചർ ആണ്. പൊളിറ്റിക്കൽ ലൈഫ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഡൈനാസ്റ്റി ലീഡ് ചെയ്യുന്ന ഒരാൾ കാണും, അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്ത് കുറച്ച് പേര് കാണും. അങ്ങനെ ആയിരിക്കും പൊളിറ്റിക്കൽ ലൈഫ് പോകുന്നത്. ജോഗ്രഫി ഞാൻ പറഞ്ഞു ഏത് ഭാഗമാണ്, നോർത്തേൺ പ്ലെയിൻസ്, ബീഹാർ റീജിയൻ ആണ്. ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിലാണ് നമ്മൾ എന്ത് നോക്കുന്നത്, റൂളേഴ്സ്, അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ സമയത്ത് എന്തെങ്കിലും യുദ്ധങ്ങളുണ്ടോ എന്ന് നോക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഹരിയങ്ക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ SSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ തന്നിരിക്കുന്ന ഈ ഒരു PPTന്ന് SSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്, ഫൗണ്ടർ ഓഫ് ഹരിയങ്ക ഡൈനാസ്റ്റി ബിംബിസാരയാണ്. ബിംബിസാര, ഭാട്ടിയ എന്ന് പറയുന്ന ആളുടെ മകനാണ് ബിംബിസാര. ബിംബിസാര എന്താണ് ജെയിൻ ലിറ്ററേച്ചറിൽ വേറെ 2 പേരുകളിലും അറിയപ്പെടും, സേനിയ അല്ലെങ്കിൽ ശ്രേണിക. ഈ 2 പേരിലും ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ എന്താണ് മഗധ റീജിയൻ ഫോളോ ചെയ്തിട്ടാണ്. അപ്പം മഗധയിലുള്ള ഏതെങ്കിലും സ്ഥലങ്ങളായിരിക്കുമല്ലോ ക്യാപിറ്റലായിട്ട് വരുന്നത് ഗിരിവ്രജയും രാജഗൃഹയുമാണ്. നമ്മൾ ബുദ്ധിസം ജൈനിസം എടുത്തപ്പോൾ ആ സ്ലൈഡുകളിലൊക്കെ റിപ്പീറ്റായി കണ്ടുകൊണ്ടിരുന്നതാണ്. ജൈനിസം അല്ലെ ബുദ്ധന്റെ മഹാവീരന്റെയും കണ്ടംപററി ആയിട്ടുള്ള ഒരു റൂളറാണ് ആര്, ബിംബിസാര എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇതിൽ കൊണ്ടുത്തേക്കുന്നത്, കണ്ടംപററി ഓഫ് ബുദ്ധ മാത്രമല്ല മഹാവീരനും. അദ്ദേഹത്തിന്റെ കോർട്ടിലുണ്ടായിരുന്ന ഫിസീഷ്യൻ ആയിരുന്നു ജീവക. പിന്നെ കൊടുത്ത പോയിന്റാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എന്താണ് ജെയിൻ ലിറ്ററേച്ചറിൽ ശ്രേണിക എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്, ബിംബിസാരനാണ്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ബിംബിസാരയുടെ മകനാണ് അജാതശത്രു. അജാതശത്രുവിന്റെ മകനാണ് ഉദയൻ. ഈ 3 റൂളേഴ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതിൽ പഠിക്കാനുള്ളത്, ഹരിയങ്ക ഡൈനാസ്റ്റി. അതിൽ ബിംബിസാരയാണ് ഫൗണ്ടർ. ഇനി എന്താണ് ബിംബിസാരയെ കൊന്നുകൊണ്ട് ആര്, ബിംബിസാരെ ആദ്യം ജയിലിൽ അടച്ച് ഇംപ്രിസൺ ചെയ്തിട്ട് ബിംബിസാരയെ വധിച്ചുകൊണ്ട് ആര് വരും, അജാതശത്രുവിന് വരും. അജാതശത്രു വരുമ്പോൾ അജാതശത്രുവിന് എന്താണ് അതേപോലത്തെ വിധിയാണ്. ഉദയൻ എന്ത് ചെയ്യും, അജാതശത്രുവിനെ വധിച്ച് പിന്നത്തെ രാജാവ് ആരാവും, ഉദയനാവും. അങ്ങനെ 3 രാജാക്കന്മാരെയാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്, ഹരിയങ്ക ഡൈനാസ്റ്റിയിൽ പഠിക്കാനുള്ളത്. അതാണ് ലാസ്റ്റ് സെന്റൻസ് കൊടുത്തേക്കുന്നത്, അജാതശത്രുവിനെ ആര് തടങ്കലിലാക്കുന്നു, ബിംബിസാരെ ആര് തടങ്കലിലാക്കുന്നു, അജാതശത്രു തടങ്കലിലാക്കുന്നു. കുറേ ശേഷം എന്താണ് അജാതശത്രു ബിംബിസാരയെ കൊന്നുകൊണ്ട് അടുത്ത രാജാവായിട്ട് വരുന്നു. അപ്പോൾ നമുക്കിതിൽ കേട്ടിട്ടുള്ള പേരുകൾ, ഇപ്പൊ ബിംബിസാര, അജാതശത്രു, ഉദയൻ പറഞ്ഞ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേര് അജാതശത്രു. ലാസ്റ്റ് ക്ലാസ് ഫോളോ ചെയ്ത ആൾക്കാരാണ് അറിയാം എന്താണ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേര് അജാതശത്രു ആണ്. അജാതശത്രു എവിടെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, ബുദ്ധിസം പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ചെയ്യുന്ന ആളാണ് ആര്, ഹരിയങ്ക ഡൈനാസ്റ്റിയിൽ വരുന്ന അജാതശത്രു. അപ്പൊ ബിംബിസാരയെ പറ്റി ഇത്രയും ഡീറ്റെയിൽസ് ആണുള്ളത്. ഫൗണ്ടർ ആണെന്നുള്ളതാണ് മെയിൻ പോയിന്റ്. പിന്നെ ജെയിൻ ലിറ്ററേച്ചറിൽ അദ്ദേഹത്തിന്റെ പേര് ഇനി വേണേൽ ഇങ്ങനെയും ചോദിക്കാം, സേനി അല്ലെങ്കിൽ ശ്രേണിക എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്, അതും ചോദിക്കാം. പിന്നെ മൊത്തത്തിൽ നിങ്ങൾ പഠിച്ചാൽ മതി, മഗധ റീജിയൻ ബേസ് ചെയ്തിട്ടായിരുന്നു, അവിടെ രാജഗൃഹയായിരുന്നു എന്ത് ഇവരുടെ ക്യാപിറ്റൽ. അടുത്ത വരുന്നത് അജാതശത്രു ആണ്. അദ്ദേഹത്തിന്റെ ടൈം പീരീഡ് ആണ് 492 മുതൽ 460 വരെ. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അച്ഛനെ കൊന്നിട്ടാണ് എന്ത് രാജപദവിയിലേക്ക് എത്തിയത്. ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ രാജ്ഗിറിൽ കണ്ടക്ട് ചെയ്യുന്ന ആരാണ്, അജാതശത്രു ആണ്. വർഷം ഏതാണ് വരുന്നത്, 483 BC. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്താണ് 483 BC. ഈ മഗധ എന്ന് പറയുന്ന ഒരു എന്താണ് ഈ ഒരു കിങ്ഡം അല്ലെങ്കിൽ ഈ ഒരു ഡൈനാസ്റ്റി എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിയത് ആരാണ്, അജാതശത്രു ആണ്. അജാതശത്രു പിന്നെ എനിമീസിൽ നിന്നുള്ള അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രാജ്ഗൃഹ എന്ന് പറയുന്ന സ്ഥലത്തിന് ചുറ്റും എന്താണ് ഒരു കോട്ട മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. അദ്ദേഹം എന്താണ് അജാതശത്രു ബിംബിസാരെ കൊന്നതുപോലെ അജാതശത്രുവിനെ ആര് കൊല്ലുകയാണ്, ഉദയൻ കൊല്ലുകയാണ്. അങ്ങനെ അടുത്ത രാജാവായിട്ട് ആര് വരും, ഉദയൻ വരും. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ നിന്ന് പഠിക്കാനുള്ള ഏതാണ് അജാതശത്രു എന്ന് പറയുന്നത്. ഹരിയങ്ക ഡൈനാസ്റ്റി വരുന്നതാണ് ചോദ്യങ്ങൾ കൂടുതലും വന്നിട്ടുള്ളത്. അദ്ദേഹം കണ്ടക്ട് ചെയ്ത ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ ആണ്. ഏതാണ്, ഒന്നാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ 483 BC രാജ്ഗൃഹയിലെ രാജ്ഗിറിൽ വെച്ച്. അടുത്ത മൂന്നാമത്തെ റൂളർ, ഈ ഒരു റൂളറുടെ ഉള്ള നമുക്ക് ഹരിയങ്ക ഡൈനാസ്റ്റിയിൽ നോക്കാൻ. അദ്ദേഹത്തിന്റെ പേര് ഉദയൻ എന്നാണ്. അദ്ദേഹത്തിന് എന്തും അറിയപ്പെടുന്നു, ഉദയഭദ്ര എന്ന് അറിയപ്പെടുന്നു. ക്യാപിറ്റൽ എവിടുന്ന്, നമ്മൾ ഇത്രയും നേരം രാജ്ഗൃഹ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, അവിടുന്ന് പാട്ടലിപുത്ര. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നമ്മൾ പാട്ടലിപുത്രയാണ് ഇന്ന് കാണുന്ന പാട്ന, എന്ത് ബീഹാറിന്റെ ക്യാപിറ്റൽ. ഈ ഒരു ഉദയൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ഓർക്കണം, റിലീജിയൻ ബുദ്ധിസം ജൈനിസം ഫ്ലറിഷ് ആയി തന്നെ നിൽക്കുകയാണ്, അതിന്റെ കൗൺസിലുകളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാജാക്കന്മാരൊന്നെങ്കിൽ എന്താ ബുദ്ധിസം ഫോളോ ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ജൈനിസം ഫോളോ ചെയ്യും. അപ്പോൾ ഉദയൻ എന്താണ് ജൈനിസത്തിന്റെ ഒരു ഫോളോവർ ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ അജാതശത്രുവിനെ കൊന്നിട്ടാണ് ആര് പദവിയിലേക്ക് വരുന്നത്, ഉദയൻ പദവിയിലേക്ക് വരുന്നത്. അപ്പം ഹരിയങ്ക ഡൈനാസ്റ്റിയാണ് പ്രീ മൗര്യൻ ഡൈനാസ്റ്റിയിൽ ആദ്യം വരുന്നത്. 3 റൂളേഴ്സ് ആണ് വരുന്നത്, ബിംബിസാര, അജാതശത്രു, ഉദയൻ.
ഇനി അടുത്ത വരുന്നത് നമുക്ക് ശിശുനാഗ ഡൈനാസ്റ്റിയാണ്. ഈ ഒരു ഡൈനാസ്റ്റീസ് 3 ഡീപ് ഡൗൺ കഥകളായിട്ട് നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്ത് ഡീപ് ഡൗൺ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ളത് ആ ഒരു 2-3 പോയിന്റ് മാത്രം നോട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താണ്, ഹര്യങ്ക കഴിഞ്ഞിട്ടാണ് ശിശുനാഗ ഡൈനാസ്റ്റി വരുന്നത്. പേര് പോലെ അതിന്റെ ഫൗണ്ടർ ആരാണ്? ശിശുനാഗയാണ്. ക്യാപിറ്റൽ മഗധയുടെ എന്താണ്, പാട്ടലിപുത്രയായിരുന്നു കഴിഞ്ഞ രാജാവെങ്കിൽ അടുത്ത രാജാവ് എന്ത് എവിടേക്കാക്കി? വൈശാലി. ഇതെല്ലാം ഓർത്താൽ മതി. മഗധ റീജിയൻ ബീഹാറിൽ തന്നെയുള്ള പല പല സ്ഥലങ്ങളാണ്. അപ്പോൾ എന്താണ്, ഭരിക്കുന്ന രാജാവിന്റെ കൺവീനിയൻസ് അനുസരിച്ച് അവരെന്താണ് ക്യാപിറ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ മെയിനായിട്ട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ഷിഫ്റ്റ്മെന്റ് ആണെങ്കിൽ ഓർത്തിരിക്കണം ഏത് രാജാവാണ് മാറ്റിയെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ മഗധ റീജിയനിലേക്ക് അവന്തി എന്ന് പറയുന്ന കിങ്ഡം കൂടെ എന്താണ് ചേർത്തത്, അല്ലെങ്കിൽ അതുകൂടെ വെട്ടിപ്പിടിച്ചെടുത്ത രാജാവാണ് ആര്? ശിശുനാഗ. ഇനി നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള പേരാണ് കാലശോക. കല്ലശോക, കാലശോക, അങ്ങനെ പല പേരിൽ പറയും. അപ്പൊ പ്രൊണൗൺസ് ചെയ്യുന്ന രീതി അനുസരിച്ച് കാലശോക വരുന്നത് ഏതിലാണ്? ശിശുനാഗ ഡൈനാസ്റ്റി. അപ്പൊ കാലശോക ഇതിനു മുമ്പും നമ്മൾ എന്താണ് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ബുദ്ധിസം പറഞ്ഞപ്പോൾ കാലശോക എവിടെയാണ് കേട്ടത്? സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ വൈശാലി, ബീഹാറിലെ എന്താണ് അപ്പോഴത്തേന് ക്യാപിറ്റൽ എവിടെയായി? വൈശാലിയിലായി. 383 BC-യിൽ രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? കാലശോകയാണ്. അശോകനെ കാലശോകനെ ഒരു പാലസ് റിവോൾട്ട് എന്ന് വെച്ചാൽ കൊട്ടാരത്തിൽ ആര് കൊല്ലുകയാണ്? കൊട്ടാരത്തിൽ അടുത്ത ഡൈനാസ്റ്റി വരുന്നത് നന്ദ ഡൈനാസ്റ്റിയാണ്. നന്ദ ഡൈനാസ്റ്റിയിലെ ഫൗണ്ടറായ മഹാപത്മ നന്ദ എന്താണ് കഴുത്തിൽ കത്തി കുത്തി കൊല്ലുകയാണെന്നാണ് പറയുന്നത്. എന്തായാലും കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് നന്ദ ഡൈനാസ്റ്റിയിൽ നിന്ന് ആര് വരുന്നത്? മഹാപത്മ നന്ദ വന്നിട്ട് നമുക്ക് ഏതാണ്? നന്ദ ഡൈനാസ്റ്റി ഫോം ചെയ്യുന്നത്. അപ്പോൾ ശിശുനാഗ ഡൈനാസ്റ്റിയിൽ 2 റൂളേഴ്സ് മാത്രം ഓർത്തിരിക്കുക. ഒന്ന് ഏതാണ്? ഫൗണ്ടറായ ശിശുനാഗനെ. രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ചെയ്ത കാലശോകയാണ്. അദ്ദേഹത്തിന് ആരാണ്? മഹാപത്മ നന്ദ എന്ന് പറയുന്ന ഒരാൾ കൊല്ലുകയും അടുത്തത് വരാൻ പോകുന്ന ഏതാണ്? നന്ദ ഡൈനാസ്റ്റിയാണ്. ഓക്കെ, അപ്പൊ പ്രീമൗര്യൻ ഡൈനാസ്റ്റികളിലെ അവസാന ഡൈനാസ്റ്റിയാണ് ഏത്? നന്ദ ഡൈനാസ്റ്റി. ബാക്കിയുള്ള ഡൈനാസ്റ്റികളിൽ നിന്ന് വ്യത്യസ്തം എന്താണെന്ന് വെച്ചാൽ ഇതുവരെയുള്ള ഡൈനാസ്റ്റികളെല്ലാം ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് ക്ഷത്രിയന്മാരായിരുന്നു. പക്ഷെ നന്ദ ഡൈനാസ്റ്റി മാത്രം എന്താ ക്ഷത്രിയന്മാരല്ല. കാരണം മഹാപത്മ നന്ദ അല്ലെങ്കിൽ ധനനന്ദ ഇവർ രണ്ടും ഏത് കാസ്റ്റ് ആണെന്ന് അത്ര കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താണ്, ക്ഷത്രിയാസ് അല്ല, ശൂദ്രാസ് ആയിരിക്കാം. ഇല്ല സെപ്പറേറ്റ് ഒരു കാസ്റ്റും പറയുന്നുണ്ട്, അത്ര കോൺക്രീറ്റ് ആയിട്ട് നമുക്കറിയില്ല. എന്നാൽ എന്താണ്, ക്ഷത്രിയാസ് അല്ല. ഇതുവരെയുള്ള എംപേഴ്സ് എല്ലാം എന്താണ് ലീഡ് ചെയ്തത്? ക്ഷത്രിയാസ് ആണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ നോൺ ക്ഷത്രിയ റൂളർ ആണ് ആര്? മഹാപത്മനന്ദ. അത് മാത്രമല്ല അദ്ദേഹമാണ് എന്ത് നന്ദ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ. ലാസ്റ്റ് കാലശോകയെ കൊന്ന് നന്ദ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്ന ആരാണ്? മഹാപത്മനന്ദയാണ്. അദ്ദേഹത്തിന്റെ ടൈറ്റിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈറ്റിൽസ് ഏകാരാർ അല്ലെങ്കിൽ എംപയർ ബിൽഡർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലേക്ക് എന്താണ് ഇപ്പം മഗധ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലം, കുറച്ച് കിങ്ഡം, കുറച്ച് നാട്ടുരാജ്യം ഉണ്ടെങ്കിൽ നമ്മളത് ഡൈനാസ്റ്റി എന്ന് പറയും. അപ്പോൾ ആ ഒരു വലിയ ഒരു സാമ്രാജ്യമായിട്ട് മാറി ഒരു സാമ്രാജ്യത്തിൻ്റെ അടിയിൽ കുറേ നാട്ടുരാജ്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? എംപയർ എന്ന് പറയും. ആ ഒരു എംപയർ രീതി ആദ്യമായിട്ടുള്ള വലിയ എംപയർ മൗര്യൻ എംപയർ ആണെങ്കിലും ആ ഒരു സാമ്രാജ്യ ശക്തിക്ക് തുടക്കം കുറിച്ചത് ആരാണ്? നന്ദ ഡൈനാസ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ നന്ദാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് എംപയർ ബിൽഡേഴ്സ് ഓഫ് ഇന്ത്യ. SSCയുടെ PYQ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ എംപയർ ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്നത് ഏത് ഡൈനാസ്റ്റിയാണ്? നന്ദ ഡൈനാസ്റ്റി. അതുപോലെ തന്നെ ഫസ്റ്റ് എംപയർ ബിൽഡർ ഓഫ് ഇന്ത്യ ആരാണ്? മഹാപത്മനന്ദയാണ്. ക്ഷത്രിയാസിന് എന്താണ്, ക്ഷത്രിയാസ് മാറി ആദ്യമായിട്ട് വന്നുകൊണ്ട് അദ്ദേഹത്തെ എന്ന് പറയും? സർവക്ഷത്രിയാന്തക. എല്ലാ ക്ഷത്രിയന്മാരെയും വധിച്ച അല്ലെങ്കിൽ എല്ലാ ക്ഷത്രിയന്മാരുടെയും അവസാനം വന്ന ആളെന്ന് സർവക്ഷത്രിയാന്തക എന്നും പറയും. ഇദ്ദേഹം എന്താണ് കയ്യിൽ വെച്ചിരുന്ന ഒരു സ്ഥലമാണ് കലിംഗ. മഗധയല്ലാതെ ഇതൊരു എംപയർ ആവാൻ കാരണം എന്താണ്? അല്ലെ എംപയർ ബിൽഡേഴ്സ് എന്ന് പറയാൻ കാരണം എന്താണ്? ഡൈനാസ്റ്റി പറയുമ്പോൾ കുറച്ച് സ്ഥലമേ ഉള്ളൂ. കുറച്ചുകൂടെ ആ ഡൈനാസ്റ്റി വലുതാവുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്? എംപയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡൈനാസ്റ്റിയിലെ എംപയറിലേക്കുള്ള ഒരു ട്രാൻസിഷൻ തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ്? നന്ദ ഡൈനാസ്റ്റിയിലാണ്. അതുകൊണ്ടാണ് അവരെ ഫസ്റ്റ് എംപയർ ബിൽഡേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതും. അതുപോലെ തന്നെ ആദ്യത്തെ എംപയർ ബിൽഡർ അല്ലെങ്കിൽ ഏകാരത്ത് എന്ന് പറയുന്ന ആരാണ്? മഹാപത്മനന്ദയാണ്. ഇനി രണ്ടാമത് വരുന്ന റൂളർ നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്, ധനനന്ദ. ധനനന്ദയുടെ കാലഘട്ടത്തിൽ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് അലക്സാണ്ടർ എന്താണ് ഇന്ത്യയിൽ വന്നിട്ട് ആരുടെയോ ആർമി കണ്ടിട്ട് പേടിച്ചിട്ടാണ് തിരിച്ചോടി. ഏത് രാജാവിൻ്റെ ആർമിയാണ്? ധനനന്ദയുടെ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അലക്സാണ്ടർ ഇന്ത്യ ഇൻവേഡ് ചെയ്തപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ രാജാവ് ആരായിരുന്നു? ധനനന്ദയായിരുന്നു. മെയിൻ പോയിന്റ് അതാണ്, അലക്സാണ്ടർ ഇൻവേഡഡ് ഡ്യൂറിങ് ഹിസ് റൈന്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് വരുന്നത്, അപ്പോൾ ആദ്യം അലക്സാണ്ടർ എവിടെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? കാശ്മീരിലെ ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ എന്താണ് അലക്സാണ്ടറും അവിടുത്തെ രാജാവുമായിട്ടുള്ള ഒരു യുദ്ധം പഠിക്കും, ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ്. നമുക്ക് നോക്കാം. ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ്
ഓൺ ജലം റിവർ. അപ്പൊ ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് നടക്കുന്ന വർഷം ഏത് നദിയുടെ തീരത്താണ്? അല്ലെങ്കിൽ ഇതിനെ വേറൊരു പേരും പറയും, ബാറ്റിൽ ഓഫ് ജലം. ബാറ്റിൽ ഓഫ് ജലം, ജലം നദിയുടെ തീരത്ത് നടന്നുകൊണ്ട്. അപ്പൊ ഇതോർത്താൽ മതി, അലക്സാണ്ടറും ഇന്ത്യയിലെ ഒരു ശക്തിയും തമ്മിലൊരു യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ അതേതാണ്? ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് ആണ്. അപ്പൊ അലക്സാണ്ടറും ആരും തമ്മിൽ, അലക്സാണ്ടറും കാശ്മീരിലെ രാജാവായ പോറസ് എന്ന് പറയുന്ന രാജാവും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. അതിൽ ആര് ജയിക്കുന്നു? അലക്സാണ്ടർ ജയിക്കുകയും, അലക്സാണ്ടർ എന്താ കുറച്ചുകൂടെ ഭാഗങ്ങൾ ഇന്ത്യയുടെ കോൺകർ ചെയ്യണമെന്ന് പറഞ്ഞ് കാശ്മീരിലേക്ക് താഴേക്ക് വരികയും ചെയ്യും. താഴേക്ക് വരുന്ന റീജിയനിൽ, നോർത്തേൺ പ്ലെയിൻസ് ആ ഒരു റീജിയൻ ആകുമ്പോൾ അവിടെ മെയിൻ റൂളർ ആരാണ്? ധനനന്ദയാണ്. അന്ന് അലക്സാണ്ടർ ധനനന്ദയുടെ ആ വലിയ ആർമി കണ്ട് പേടിച്ച് തിരിച്ചോടിയെന്നാണ് കഥകളിൽ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം തിരിച്ചോടി, എന്താ അലക്സാണ്ടർ തിരിച്ചു പോവുകയും അദ്ദേഹത്തിന്റെ ഗവർണറായ ആരെ ഇവിടെ വിട്ടിട്ട് പോവുകയും ചെയ്തു? സെലൂക്കസ് നിക്കേറ്ററിനെ. അപ്പൊ ആ സമയത്ത് ബലൂചിസ്ഥാൻ, പാകിസ്ഥാൻ റീജിയനിൽ എല്ലാം ഇന്ത്യയുടെ അണ്ടറിലാണല്ലോ. അപ്പൊ പാകിസ്ഥാൻ റീജിയനിൽ ആരെ വിട്ടിട്ട് പോയി? സെലൂക്കസ് നിക്കേറ്ററിനെ വിട്ടിട്ട് പോവുകയും ലേറ്റർ എന്താണ് ഈ സെലൂക്കസ് നിക്കേറ്ററും ചന്ദ്രഗുപ്ത മൗര്യയും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയും അതിൽ ചന്ദ്രഗുപ്ത മൗര്യ ജയിക്കുകയും എന്താണ് മൗര്യൻ എംപയർ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് രണ്ടാമത്തെ റൂളർ ആരാണ്? ധനനന്ദ. അപ്പം മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്. ആരാണ്? അലക്സാണ്ടർ ഇന്ത്യയിൽ വന്നിട്ട് ആരുടെ ആർമി കണ്ടിട്ടാണ് തിരിച്ചു പോയത്? ധനനന്ദയുടെ ആർമിയാണ്. അപ്പൊ അലക്സാണ്ടർ ഇൻവേഡഡ് ഡ്യൂറിങ് ഹിസ് റെയിൻ. അലക്സാണ്ടർ ഫിയർഡ് അബൌട്ട് ദ ആർമി ഓഫ് ധനനന്ദ ആൻഡ് റൺ അവേ. മെയിനായിട്ട് ഇതിൽ നന്ദ ഡൈനാസ്റ്റി മൊത്തത്തിൽ പോയിന്റ് വരുന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ എംപയർ ബിൽഡേഴ്സ് ചോദിച്ചിട്ടുള്ളതാണ്. എംപയർ ബിൽഡേഴ്സ് ഓഫ് ഇന്ത്യ ആരാണ്? നന്ദ ഡൈനാസ്റ്റിയാണ്. അപ്പൊ ഇതിൽ ലാസ്റ്റ് വരുന്ന ധനനന്ദ. ധനനന്ദ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന വലിയ എംപയർ ഏതാണ്? മൗര്യൻ എംപയർ. അപ്പൊ ഈ ധനനന്ദയെ കൊല്ലുന്നത് എന്താണ്? ഒരു മൗര്യൻ എംപയറിന്റെ ഫൗണ്ടർ ആയിരിക്കും. ആരായിരിക്കും? ധനനന്ദയെ കൊല്ലുന്നത് ചന്ദ്രഗുപ്ത മൗര്യയാണ്. ആരുടെ സഹായത്തോടെ? കൗടില്യന്റെ സഹായത്തോടെ. ചന്ദ്രഗുപ്ത മൗര്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് എന്താണ് ഭരിച്ചുകൊണ്ടിരുന്ന ആളാണ് കൗടില്യൻ. അപ്പൊ കൗടില്യന്റെ സഹായത്തോടെ ധനനന്ദ ആര് കൊല്ലും? ചന്ദ്രഗുപ്ത മൗര്യ കൊന്നിട്ടാണ് എന്ത് മൗര്യൻ എന്ന് പറയുന്ന സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അതിന് പിന്നിൽ പല കഥകളുണ്ട്. എന്താണ്? കൗടില്യന് ധനനന്ദയുടെ കൊട്ടാരത്തിൽ വരികയും അപമാനിതനായി പോകുകയും പിന്നെന്താണ് കൗടില്യൻ തന്നെ ചന്ദ്രഗുപ്ത മൗര്യനെ പോലെ ഒരു രാജാവിനെ വളർത്തിയെടുക്കുകയും തിരിച്ചു വന്ന് എന്താണ് ധനനന്ദയോട് യുദ്ധം ചെയ്ത് ധനനന്ദയുടെ സാമ്രാജ്യം ആര് കൈയെടുക്കുകയാണ്? ചന്ദ്രഗുപ്ത മൗര്യ. ഓക്കെ, അപ്പോൾ ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് ആണ് പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നന്ദ ഡൈനാസ്റ്റിയിൽ വരുന്നത്. അപ്പോൾ മെയിനായിട്ട് വരുന്ന എംപയർ ഏതാണെന്നാണ് പറഞ്ഞത്? മൗര്യൻ എംപയർ ആണ്. മൗര്യൻ എംപയറിന് മുമ്പുള്ള 3 ഡൈനാസ്റ്റികൾ, അതാണ് നമ്മൾ പ്രീ മൗര്യൻ എംപേഴ്സ് ആയിട്ട് അല്ലെ പ്രീ മൗര്യൻ ഡൈനാസ്റ്റികളായിട്ട് പറയുന്നത്. അതിൽ ആദ്യത്തെ ഹര്യങ്ക ഡൈനാസ്റ്റിയാണ്. ഇമ്പോർട്ടൻ്റ് 3 റൂളേഴ്സ് ആണുള്ളത്. അവരെന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ നോക്കുക. രണ്ടാമത് വരുന്നത് ശിശുനാഗ ഡൈനാസ്റ്റിയാണ്. 2 റൂളേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. മൂന്നാമത് വരുന്നത് നന്ദ ഡൈനാസ്റ്റിയാണ്. 2 പേരാണ്. ഫൗണ്ടർ ആയിട്ടുള്ള മഹാപത്മനന്ദയും രണ്ടാമത് വരുന്ന ധനനന്ദ. ധനനന്ദയുടെ പറഞ്ഞു അലക്സാണ്ടറിന്റെ ഇൻവേഷൻ ഒക്കെയാണ് മെയിനായിട്ട് വരുന്ന പോയിന്റ്. ഇനി ധനനന്ദ, ലാസ്റ്റ് ധനനന്ദയെ കൊന്നുകൊണ്ട് ആര് പുതിയ സാമ്രാജ്യം സ്ഥാപിക്കുകയാണ്? ചന്ദ്രഗുപ്ത മൗര്യ ഇന്ത്യയിൽ പുതിയൊരു സാമ്രാജ്യം സ്ഥാപിക്കുകയാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏൻഷ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായ മൗര്യൻ എംപയർ. അതിന്റെ മാപ്പാണ് കൊടുത്തേക്കുന്നത്. ഏകദേശം ഇന്ത്യ കവർ ചെയ്യുകയാണെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്ത്, നോർത്ത് ഈസ്റ്റ് ഭാഗത്ത്, സെൻട്രൽ ഇന്ത്യ, നോർത്ത് ഇന്ത്യ മൊത്തമായിട്ട് എക്സെപ്റ്റ് എക്സ്ട്രീം സൗത്ത് ഇന്ത്യ. അതായത് നമ്മുടെ ഈ ഭാഗത്തിൽ എക്സ്ട്രീം സൗത്ത് ഇന്ത്യയിലേക്ക് ഏത് വന്നിട്ടില്ല? മൗര്യൻ എംപയർ വന്നിട്ടില്ല. അപ്പൊ ഇവിടെ ആരായിരിക്കും ഉള്ളത്? ഇവിടെ വരുന്നത് ചോള ചേര പാണ്ഡ്യാസ് ആണ്. സൗത്ത് ഇന്ത്യയിൽ ഈ മൗര്യാസിന്റെ സമയത്ത് ആരാണ് ഭരിക്കുന്നത്? ചോള ചേര പാണ്ഡ്യാസ്. അതുമല്ലാതെ ഈ ഒരു കാലഘട്ടം അറൗണ്ട് 300 BC മുതൽ നമ്മൾ തമിഴ്നാട്ടിലുള്ള മെയിൻ ഒരു ടോപ്പിക് നമ്മൾ സെപ്പറേറ്റ് ഏൻഷ്യന്റ് ഇന്ത്യയിലുള്ളതാണ് സംഗം ഏജ്. സംഗം ഏജും വരുന്ന ഏത് കാലഘട്ടത്തിലാണ്? ഈ നോർത്തിൽ മൊത്തം ഇന്ത്യ നോക്കുകയാണെങ്കിൽ നോർത്തിൽ മൗര്യൻ എംപയർ ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഏൻഷ്യന്റ് ഇന്ത്യയിൽ, പ്രാചീന ഇന്ത്യയിൽ ഒരു വലിയ എംപയറിന്റെ അണ്ടറിൽ ഇത്രയും ജോഗ്രഫിക്കൽ ഏരിയ അല്ല ഇത്രയും ജോഗ്രഫിക്കൽ കിങ്ഡംസ് വരുന്നത്. അതിൽ നിന്ന് ഏത് മാത്രമേ ഒഴിവായിട്ടുള്ളൂ? ഏറ്റവും എക്സ്ട്രീം സൗത്ത് ഇന്ത്യ, അതായത് കേരളം, കർണാടകയുടെ കുറച്ച് ഭാഗങ്ങൾ, തമിഴ്നാട്, ആന്ധ്രയുടെ കുറച്ച് ഭാഗങ്ങൾ, ഇതൊക്കെ വരുന്ന ഭാഗങ്ങൾ മാത്രമേ എന്തിൻ്റെ അണ്ടറിൽ അല്ലാതിരുന്നുള്ളൂ? മൗര്യൻ എംപയറിന്റെ അണ്ടർ. അപ്പൊ അവിടെയൊക്കെ ആരാണ് ഭരിച്ചത്? അവിടെ ആരായിരുന്നു? ചോളചേര പാണ്ഡ്യാസ് ആയിരുന്നു. അത് മാത്രമല്ല അവരുടെ കാലഘട്ടത്തിലാണ് അവിടെ എന്ത്
നടന്നുകൊണ്ടിരുന്നത്? സംഘം ഏജ് നടന്നുകൊണ്ടിരുന്നത്. ഒന്ന് പറയുന്നത് മൗര്യൻസുമായിട്ട് എന്താണ് ഈ മൂന്ന് നാട്ടുരാജ്യങ്ങളും നല്ല എന്താണ് സൗഹൃദത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ മൗര്യന്മാർ എങ്ങോട്ട് താഴേക്ക് വന്നില്ല. പിന്നെ ജോഗ്രഫിക്കലി അവർക്ക് എന്താണ് അത്ര എക്സ്ട്രീമിലേക്ക് വരേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. വേറൊരു രീതി നോക്കുകയാണെങ്കിൽ ചോളചേര പാണ്ഡ്യാസ് അത്രയും സ്ട്രോങ് ആയിരുന്നു, മൗര്യൻസിനെ ചെറുത്ത് നിൽക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നെന്നും എടുക്കാം. അപ്പോൾ രണ്ടും ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്. മെയിനായിട്ട് എന്താണ് ഇവർ നല്ല സൗഹൃദത്തിലായതുകൊണ്ട് ഈ ഒരു എംപയർ എങ്ങോട്ട് വന്നില്ല, എക്സ്ട്രീം സൗത്ത് ഇന്ത്യയിലേക്ക് വന്നില്ല. അപ്പോൾ ഇത്രയാണ് ജോഗ്രഫിക്കലി മൗര്യൻ എംപയറിന്റെ എക്സ്റ്റൻഷൻ. അപ്പോൾ ഇത്രയും കാണുമ്പോഴേ അറിയാം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എംപയർ ആണ്. ഇന്ത്യയുടെ ഇന്നത്തെ എന്താണ് പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെ കുറച്ച് ഭാഗങ്ങൾ, ബംഗ്ലാദേശ്, മ്യാൻമാർ, നേപ്പാൾ, ഭൂട്ടാൻ എല്ലാം എന്തിൽ വരുന്നുണ്ട്? മൗര്യൻ എംപയറിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അത് മൗര്യൻ എംപയറിന്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അറൗണ്ട് 300 BC ആണ്. ഏകദേശം 300 BC മുതലാണ് എന്ത് മൗര്യൻ എംപയറിന്റെ പീക്ക് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആദ്യത്തെ റൂളർ അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്ന ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യ. 321 മുതൽ 297 BC വരെയാണ് ഭരിച്ചത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ആദ്യം ഞാൻ പറഞ്ഞ കഥ ഏതാണ്? ധനനന്ദയെ വധിച്ചുകൊണ്ടാണ് ആര് വരുന്നത്? ചന്ദ്രഗുപ്ത മൗര്യ. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യ നമ്മൾ മാപ്പിൽ കണ്ട പോലെ ഈ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ആരുണ്ടെന്നാണ് പറഞ്ഞത്? നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത് ഓൾറെഡി എന്താണ് അലക്സാണ്ടർ അവിടുത്തെ പോറസുമായിട്ട് യുദ്ധം നടത്തിയിട്ട് കാശ്മീരിന്റെ ആ ഭാഗമൊക്കെ അദ്ദേഹത്തിന് കിട്ടുകയും കുറച്ച് നോർത്ത് വെസ്റ്റ് ഭാഗം കിട്ടുകയും അവിടെ ഗവർണറായ ആരെ വിട്ടിട്ട് പോയിട്ടുണ്ട്? സെലിക്കസ് നിക്കേറ്ററിനെ വിട്ടിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് മൗര്യൻ എംപയറിലെ ചന്ദ്രഗുപ്ത മൗര്യ പല യുദ്ധങ്ങൾ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യയും സെലിക്കസ് നിക്കേറ്ററും തമ്മിൽ ഒരു യുദ്ധം നടക്കും. ഇവർ തമ്മിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ ആര് ജയിക്കും? ചന്ദ്രഗുപ്ത മൗര്യ ജയിക്കുകയും പിന്നെ എന്താണ് ഒരു ഉടമ്പടി എഴുതുകയാണ്. ഇത്ര സ്ഥലങ്ങൾ സെലിക്കസ് നിക്കേറ്ററിന് ഭരിക്കാൻ അല്ലെ അണ്ടറിൽ വെക്കാൻ കൊടുക്കുകയും കൂടുതൽ സ്ഥലങ്ങൾ എന്താണ് മൗര്യൻ എംപയറിലേക്ക് കൂടിച്ചേർക്കപ്പെടുകയും. ഇതല്ലാതെ സെലിക്കസ് നിക്കേറ്റർ ഇവിടെ എന്താണ് ഒരു മാട്രിമോണി അലയൻസ് വെക്കുന്നുണ്ട്. സെലിക്കസ് നിക്കേറ്ററിന്റെ മകളാണ് ഹെലന. ഈ ഹെലനെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കും? ചന്ദ്രഗുപ്ത മൗര്യന് കല്യാണം കഴിച്ചു കൊടുക്കും. അപ്പോൾ ഒരു മാട്രിമോണിയൽ അലയൻസ്. പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മളെന്താണ് നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കപ്പെടണമെങ്കിൽ കൂടുതൽ എന്താണ് ഏതെങ്കിലും ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ ആ നാട്ടുരാജ്യം അവിടെ വേറെ എന്താണ് ആണുങ്ങൾ ആരുമില്ല, അനന്തരാവകാശികളായിട്ടില്ലെങ്കിൽ ആ നാട്ടുരാജ്യം കൂടെ എന്താകും? ആരാണോ കല്യാണം കഴിക്കുന്നത് അയാളുടെ അടിയിലാകും. അപ്പൊ എന്താണ് സെലിക്കസ് നിക്കേറ്റർ ഇവർ തമ്മിലൊരു യുദ്ധം നടന്ന് സെലിക്കസ് നിക്കേറ്റർ തോൽക്കുമ്പോൾ സെലിക്കസ് നിക്കേറ്റർ എന്താണ് അദ്ദേഹത്തിന്റെ മകളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്? ചന്ദ്രഗുപ്ത മൗര്യക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള മകളുടെ പേരെന്താണ്? ഹെലന. ഓക്കെ, അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യന് എന്താണ് റെക്കോർഡിക്കലി 2 ഭാര്യമാരാണ്. ഒന്ന് ഹെലന, വേറെ വരുന്നത് ദുർധരയാണ്. ദുർധര ഓർക്കണം, ഹെലന ആരുടെ മകളാണ്? സെലിക്കസ് നിക്കേറ്ററിന്റെ മകളാണ്. അതുകൊണ്ടാണ് മൗര്യന്മാരുടെ ഇപ്പൊ ചന്ദ്രഗുപ്ത മൗര്യയുടെ പേരൊക്കെ ഇവർ തമ്മിൽ ഒരു ഗ്രീക്ക് കണക്ഷനായി. ഇപ്പൊ ഇതുപോലെ സെലിക്കസ് നിക്കേറ്ററിനെ പോലെ ഒരു പ്രഗത്ഭനായ ഒരാളെ പറ്റി ഏത് ബുക്കുകളിലും കാണും, ഗ്രീക്ക് ബുക്കുകളിലും കാണും. അപ്പൊ അദ്ദേഹത്തെ പറ്റി എഴുതുമ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാലഘട്ടം എഴുതുമല്ലോ, അദ്ദേഹത്തിന്റെ മകളെ പറ്റി എഴുതും. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിച്ച ആളെ പറ്റി എന്തിലെഴുതും? ഗ്രീക്കിൽ എഴുതും. അതുകൊണ്ടാണ് ഇവിടം തൊട്ടുള്ള റൂളേഴ്സ്, ഈ മൗര്യൻ പീരീഡിന്റെ തുടക്കത്തിലെ റൂളേഴ്സിന്റെ ഗ്രീക്ക് നെയിമൂടെ നമ്മൾ കാണുന്നത്. അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യയുടെ ഗ്രീക്ക് നെയിമാണ് സാന്ത്രോകോട്ടസ് അല്ലെ ആന്ത്രോകോട്ടസ്. ഈ ഗ്രീക്ക് നെയിം വരാനുള്ള ചാൻസ് ഇങ്ങനെ ഒരു മാട്രിമോണിയൽ അലയൻസ് ഉണ്ട്. ഓഫ് കോഴ്സ് അങ്ങനെ ഒരു അലയൻസ് ഉള്ളപ്പോൾ അതിനെപ്പറ്റി ഗ്രീക്ക് ബുക്കുകളിൽ എഴുതും. ഇപ്പൊ ഗ്രീക്ക് ബുക്കിൽ ഒരിക്കലും ചന്ദ്രഗുപ്ത മൗര്യ എന്നായിരിക്കില്ല എഴുതുക. അവിടെ പകരം ഉപയോഗിച്ച പേരുകളിലാണ് അവർ അറിയപ്പെടുന്നത്. അതാണ് സാന്ത്രോകോട്ടസ്, ആന്ത്രോകോട്ടസ്. അപ്പൊ സെലിക്കസ് നിക്കേറ്ററിനെ തോൽപ്പിച്ചുകൊണ്ട് വെസ്റ്റേൺ പാർട്ടിലേക്കും എസ്റ്റാബ്ലിഷ് ചെയ്തു ഈ ചന്ദ്രഗുപ്ത മൗര്യ അദ്ദേഹത്തിന്റെ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ ഏത് വർഷമാണ് അദ്ദേഹം സെലിക്കസ് നിക്കേറ്ററിനെ ഡിഫീറ്റ് ചെയ്തത്? 305 BC 305 BC. അപ്പൊ സെലിക്കസ് നിക്കേറ്റർ പകരം എന്തൊക്കെയാണ് ഒരു ഉടമ്പടി ഉണ്ടെന്ന് പറഞ്ഞ് മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അത് മാത്രമല്ലാതെ സെലിക്കസ് നിക്കേറ്റർ ഒരു അംബാസഡറെ ഈ ഒരു മൗര്യൻ കോർട്ടിലേക്ക് വിടുകയാണ്. ആരാണ് അംബാസഡർ? മെഗസ്തനസ്. ഇമ്പോർട്ടൻ്റ് ആണ്. മെഗസ്തനസ് ഏത് കോർട്ടിലേക്ക് വരുന്നു? മൗര്യൻ കോർട്ടിലേക്ക് വരുന്നു. ഇന്ത്യ റിലേറ്റ് ചെയ്തിട്ട് അദ്ദേഹം എഴുതുന്ന ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ഇന്ത്യക്ക. അപ്പോൾ നമുക്ക് മൗര്യൻ സാമ്രാജ്യത്തെ പറ്റി കൂടുതൽ അറിയാൻ സഹായിക്കുന്ന ഒരു ബുക്കാണ് ഏത്? മെഗസ്തനസിന്റെ ഇന്ത്യക്ക. ഇന്ത്യയിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, എന്തൊക്കെ കൾച്ചറാണ്, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ള ബുക്കാണ് ഏത്? ഇന്ത്യക്ക.
ഇന്ത്യക്ക് എഴുതിയത് മെഗസ്തനസ് ആണ്. മെഗസ്തനസ് ആരാണ്? സെലൂക്കസ് നിക്കേറ്റർ അയച്ച അംബാസഡർ ആണ്. ആരാണ് സെലൂക്കസ് നിക്കേറ്റർ? അലക്സാണ്ടറിന്റെ ഗവർണർ ആണ്. ഇദ്ദേഹം എന്താണ് ചന്ദ്രഗുപ്ത മൗര്യയായിട്ട് എങ്ങനെയാണ് ആദ്യം യുദ്ധം വരികയും പിന്നീട് മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയും പിന്നീട് എന്താണ് ഒരു അംബാസഡറെ അയക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സ്ലൈഡിൽ നിന്നുള്ളത്. അപ്പൊ മൗര്യൻ ഡൈനാസ്റ്റി തുടങ്ങുന്നത് എവിടാണ്? ചന്ദ്രഗുപ്ത മൗര്യന്റെ തുടക്കത്തിലാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ ഇപ്പൊ എത്ര? 2 ഭാര്യമാരാണ്, ഹേലനയും ദുർധരയും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളറാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ മകനായ ബിന്ദുസാര. അപ്പൊ ബിന്ദുസാര വരുന്നത് ചന്ദ്രഗുപ്ത മൗര്യന്റെ ദുർധരയുടെ മകനാണ്. 2 ഭാര്യമാരാണല്ലോ, അതിൽ ദുർധരയുടെ മകനാണ് ബിന്ദുസാര. അദ്ദേഹത്തിന്റെ പേരും ഇനിയും തൊട്ടുള്ള 2-3 പേരുകൾ നമ്മൾ എന്തിലാണ് ഗ്രീക്ക് ലിറ്ററേച്ചറിൽ കാണിക്കാൻ പറ്റും. അതാണ് അമിത്രോചാത്തസ്. അമിത്രോചാത്തസ്. സംസ്കൃതത്തിൽ അല്ലാതെയും അദ്ദേഹത്തിന്റെ പേര് അമിത്രഗാഥ. എന്താണ് അമിത്രഗാഥ? മിത്രം നമുക്കറിയാം ഫ്രണ്ട്. അമിത്രം എന്ന് പറയുമ്പോൾ ആരാണ്? എനിമി. അമിത്രഗാഥ എന്ന് പറയുന്നത് ശത്രുക്കളെ കൊല്ലുന്നു, സ്ലേയർ ഓഫ് എനിമീസ്, അതായത് ശത്രുക്കളുടെ അന്തകൻ, കൊലയാളി എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അമിത്രഗാഥ എന്നുള്ള ടൈറ്റിലും ആർക്കുണ്ട്? ബിന്ദുസാര. അങ്ങനെ ഒരു ടൈറ്റിൽ ഉള്ളപ്പോൾ നമുക്കറിയാം അത്രയും സ്ട്രോങ് ആയിട്ട് എന്താണ് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത ഒരു രാജാവാണ് ആരെന്ന് പറയുന്നത്? ബിന്ദുസാരൻ എന്ന് പറയുന്നത്. സൗത്തിലേക്ക് എന്താണ് മൗര്യൻ എന്ന് പറയുന്ന രാജ്യം എക്സ്പാൻഡ് ചെയ്യാനും ആര് സഹായിച്ചിട്ടുണ്ട്? ബിന്ദുസാര. ജെയിൻ ലിറ്ററേച്ചറിൽ ഇദ്ദേഹത്തിനെ എന്തും പറഞ്ഞു? സിംഹാസൻ. സിംഹാസൻ എന്ന് ജെയിൻ ലിറ്ററേച്ചറിൽ എന്താണ് പ്രതിപാദിക്കുന്ന രാജാവ് ആരാണ്? ബിന്ദുസാരനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കോർട്ടിലേക്ക് സിറിയയിലെ രാജാവായ ആന്റിയോച്ചസ് ഡെയ്മാക്കസ് എന്ന് പറയുന്ന ഒരു അംബാസഡറിനെ വിട്ടിട്ടുണ്ട്. ബിന്ദുസാരയുടെ കോർട്ടിൽ വരുന്ന സിറിയൻ അംബാസഡറാണ് ഡെയ്മാക്കസ്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ചന്ദ്രഗുപ്ത മൗര്യയുടെ കോർട്ടിൽ വരുന്ന ഗ്രീക്ക് അംബാസഡർ ആരാണ്? മെഗസ്തനസ് ആണ്. ഇവിടെ ആരാണ്? ബിന്ദുസാരയുടെ കോർട്ടിലേക്ക് വരുന്ന സിറിയൻ അംബാസഡർ ആരാണ്? ഡെയ്മാക്കസ് ആണ്. അപ്പോൾ മെയിനായിട്ട് എന്താണ് ആദ്യത്തെ ഫൗണ്ടർ ചന്ദ്രഗുപ്ത മൗര്യ. അദ്ദേഹത്തിന്റെ മകനായ അടുത്ത വലിയ രാജാവ് ആരാണ്? ബിന്ദുസാരനാണ്. ബിന്ദുസാരൻ എന്താണ് അത്രയും നന്നായിട്ട് കിങ്ഡം എക്സ്പാൻഡ് ചെയ്യുകയും സൗത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യുകയും പിന്നെന്താണ് നോർത്ത് വെസ്റ്റ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ് സ്ലേയർ ഓഫ് എനിമീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ബിന്ദുസാരയുടെ മകനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മൗര്യൻ എംപയർ അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിസം പറഞ്ഞപ്പോഴും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബുദ്ധിസം പ്രൊമോട്ട് ചെയ്തതും ഏറ്റവും വലിയ മൗര്യൻ രാജാവെന്ന് നമുക്ക് അറിയപ്പെടുന്ന ആരാണ്? അശോകനാണ്. ആക്ച്വലി എന്താണ് ബിന്ദുസാരയ്ക്ക് 2 മക്കളാണ്. ഒന്ന് സുമന, മറ്റേതാരാണ്? അശോക. പക്ഷെ ബിന്ദുസാരയുടെ മരണശേഷം അശോകനാണ് ആര് രാജപദവിയിലേക്ക് വരുന്നത്. അതിനെപ്പറ്റി പല കഥകളും. അശോകൻ എന്താണ് ഏകദേശം അതിൻ്റെ 99 സിബ്ലിങ്സിനെ കൊന്നിട്ടാണ് വന്നത്. ഇങ്ങനെ പല കഥകളുണ്ട്. നമുക്കപ്പോൾ അത് എക്സാം സെൻറ്ററിക്കായിട്ട് നമ്മൾ അത്ര കഥകൾ അറിയേണ്ട ആവശ്യമില്ല. ഈ എന്താണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ മാത്രം നോക്കുക. ഈ ഒരു കാലഘട്ടത്തിലും ആരാണ് ബിന്ദുസാരയുടെ കാലഘട്ടത്തിലും ആര് പ്രൈം മിനിസ്റ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്? ചാണക്യ. ഓക്കെ, ഈ മൗര്യൻ എന്ന സാമ്രാജ്യത്തിന് ഒരു തുടക്കം വരാൻ തന്നെ കാരണം ആരാണ്? ചാണക്യനാണ്. ചാണക്യന്റെ പല ചാണക്യ തന്ത്രങ്ങൾ എന്ന് പറയും. അതാണ് ഗവർണൻസിലായാലും ഹെൽത്തിലായാലും എല്ലാ കാര്യങ്ങളിലും എക്സ്ട്രീം നോളജ് ഉള്ള ഒരാളായിരുന്നു ആര്? ചാണക്യൻ. അപ്പോൾ ഈ ചാണക്യന്റെ അസിസ്റ്റൻസ് കൊണ്ട് മാത്രമാണ് എന്ത് മൗര്യൻ എന്ന് പറയുന്ന സാമ്രാജ്യം ഇത്രയധികം വളർത്താൻ ആർക്ക് പറ്റിയത്? ചന്ദ്രഗുപ്ത മൗര്യന് പറ്റിയെന്ന് പറയാം. അപ്പോൾ ബിന്ദുസാരയുടെ കാലഘട്ടത്തിലായപ്പോഴും ഞാൻ പറഞ്ഞല്ലോ എല്ലാ കിങ്ഡംസും എന്തിൻ്റെ അണ്ടറിലായി? മൗര്യൻ അണ്ടറിലാകുകയും ഏകദേശം 16 സ്റ്റേറ്റ്, അതായത് 16 മഹാജനപദാസ് അടങ്ങുന്ന പോലത്തെ 16 സ്റ്റേറ്റുകൾ എന്തിൻ്റെ അണ്ടറിലായി? മൗര്യൻ്റെ അണ്ടറിലായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് നമ്മൾ പറഞ്ഞു? കോൺക്വറർ ഓഫ് ലാൻഡ് ബിറ്റ്വീൻ 2 സീസ്, അതായത് അറേബ്യൻ സീക്കും ബേ ഓഫ് ബംഗാളിനും ഇടയിലുള്ള ലാൻഡ് മൊത്തം മൗര്യൻ എംപയറിലേക്ക് കൂടുതലായി ആഡ് ചെയ്തപ്പെട്ട ആരുടെ കാലഘട്ടത്തിലാണ്? ബിന്ദുസാരയുടെ കാലഘട്ടം. ബിന്ദുസാരയുടെ കാലഘട്ടത്തിൽ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ മൗര്യൻ എംപയറിന്റെ അണ്ടറിലല്ലാത്തത്. ഏതാണത്? കലിംഗ. Okay, Kalinga was the only kingdom in India that didn't fall into the Bindusara's empire. ബിന്ദുസാരയുടെ എംപയറിലല്ലാത്ത ഒരേ ഒരു കിങ്ഡം ആരാണ്? കലിംഗ. അപ്പോൾ ഉറപ്പായിട്ടും അടുത്ത വരുന്ന രാജാവിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? എങ്ങനെയും ഈ കലിംഗ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിലില്ലാത്ത. കലിംഗ എന്താണ് തൻ്റെ സാമ്രാജ്യത്തിലേക്ക് ചേർക്കണമെന്നായിരിക്കും അടുത്ത രാജാവിൻ്റെ ലക്ഷ്യം. അടുത്ത രാജാവ് ആരാണ്? അശോകനാണ്. അപ്പം അശോകൻ്റെ ആദ്യത്തെ ഉദ്ദേശം എന്തായിരിക്കും? കലിംഗ മാത്രമേ ഉള്ളൂ മൗര്യൻ പ്രദേശത്തിൻ്റെ അണ്ടറിലല്ലാത്ത, കലിംഗ ആഡ് ചെയ്യണം. അപ്പം എങ്ങനെയാണ് അശോകൻ്റെ ആദ്യത്തെയും അവസാനത്തെയും യുദ്ധമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള എന്താണ് കലിംഗ യുദ്ധം നടക്കുന്നത്? കലിംഗ യുദ്ധം നടക്കുകയും അതിലെന്താണ് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുകയും ആ മരണം കണ്ട അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് ഷെഡ് കണ്ടിട്ട് അശോകൻ എന്താണ് ഇനി യുദ്ധമൊന്നും വേണ്ട, വയലൻസ് ഒന്നും വേണ്ട, ഇനി എന്താണ് ധർമ്മം മാത്രം മതി അല്ലെങ്കിൽ നോൺ വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മതി എന്നും പറഞ്ഞ് അദ്ദേഹത്തിന് പ്രിൻസിപ്പിൾ മാറ്റുന്നതും ഏത് യുദ്ധത്തിലാണ്? കലിംഗ വാറിലാണ്.
അപ്പോൾ മൗര്യൻ എംപയർ നോക്കി ആദ്യം ചന്ദ്രഗുപ്ത മൗര്യ, രണ്ടാമത് വരുന്ന ആരാണ്? ബിന്ദുസാര. ബിന്ദുസാര എന്ന് പറയുമ്പോൾ എന്താണ്? ഏകദേശം എല്ലാ ഭാഗങ്ങളും കോൺകർ ചെയ്തുകൊണ്ട് തന്നെ കോൺകറർ ഓഫ് ലാൻഡ് ബിറ്റ്വീൻ ടു സീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്ത വരാൻ പോകുന്ന കലിംഗ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ കയ്യിലില്ലാഞ്ഞത്. അപ്പൊ അടുത്ത രാജാവ് എന്താണ്? കലിംഗയായിരിക്കും ആദ്യം ഈ ഒരു കിങ്ഡത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ നോക്കുന്നത്. അപ്പൊ അടുത്ത വരുന്ന രാജാവാണ് അശോകൻ. ഓക്കെ, അശോകന്റെ അപ്പം മെയിൻ ആയിട്ട് വരുന്ന പേര് നമ്മുടെ PYQയിലുള്ളതാണ് ദേവനാമപിയ. ദേവനാമപിയ എന്നാണ് ദേവനാമപിയ. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം 268 മുതൽ 232 BC ആണ്. ദേവനാമപിയ എന്ന് വെച്ചാൽ ദേവന്മാർക്ക് പ്രിയപ്പെട്ടവൻ, അതായത് അത്രയും നല്ലൊരു രാജാവായിരുന്നു ആര്? അശോകൻ എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മൾ എന്താണ് നല്ല രാജാക്കന്മാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ആദ്യം മെൻഷൻ പറയുന്ന ആരെയാണ്? അശോകനെയാണ്. അപ്പൊ അശോകന്റെ സമയത്താണ് ഈ ഒരു എന്താണ് ഈ ഒരു എംപയർ അതിന്റെ സെനിത്തിലെത്തിയത്. എന്താണ് സെനിത്ത് എന്ന് വെച്ചാൽ? ഏറ്റവും ഉയർച്ച. അങ്ങനെയാണെങ്കിൽ വൊക്കാബിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? സെനിത്ത് ആണെങ്കിൽ അതിന്റെ ബോട്ടം പാർട്ടിന് എന്താ പറയുന്നത്? നാദിർ എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു മൗര്യൻ ഒരു റൂളർ ആവുന്നതിന് മുമ്പേ ഇദ്ദേഹം എവിടുത്തെ വൈസ്രോയി ആയിരുന്നു? അച്ഛൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ, ബിന്ദുസാര ഭരിക്കുന്ന കാലഘട്ടത്തിൽ തക്ഷില, ഉജ്ജയിൻ ഈ രണ്ട് സ്ഥലങ്ങളുടെയും വൈസ്രോയി ആയിട്ട് ആരാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? അശോകനാണ്. അതിനുശേഷം ബിന്ദുസാരയുടെ മരണശേഷമാണ് അശോകൻ എന്ത് ചെയ്യുന്നത്? ഈ ഒരു എംപയർ എന്താണ് ഈ ഒരു എംപയർ ഏറ്റെടുക്കുന്നതും. അപ്പോഴത്തേന് എംപയർ എന്താണ്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് മൊത്തത്തിൽ നമ്മൾ ആദ്യം കാണിച്ച ഒരു മാപ്പിന്റെ രീതിയിലേക്ക് എന്താണ് മൗര്യൻ എംപയർ വളരുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? അശോകന്റെ കാലഘട്ടത്തിൽ. അതാണ് എൻറ്റയർ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അണ്ടർ എ സിംഗിൾ അംബ്രല്ല എക്സെപ്റ്റ് എക്സ്ട്രീം സൗത്ത് ഇന്ത്യ. ഞാൻ മാപ്പിൽ കാണിച്ചു എക്സ്ട്രീം സൗത്ത് ഇന്ത്യ. നമ്മുടെ ഈ ഒരു ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും ഏത് എംപയറിന്റെ അണ്ടറിലായി? മൗര്യൻ എംപയറിന്റെ അണ്ടറിലായി. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള അശോകന്റെ ആദ്യത്തെയും അവസാനത്തെയും ചെറിയ ചെറിയ യുദ്ധങ്ങളുണ്ട്. ആദ്യത്തെ വലിയ യുദ്ധവും അവസാനത്തെ യുദ്ധവും എന്ന് അറിയപ്പെടുന്ന ഏതാണ്? കലിംഗ വാറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ബിന്ദുസാരയുടെ കാലഘട്ടത്തിൽ ഏതൊരു കിങ്ഡം മാത്രമേ ഏതിന്റെ അണ്ടറിലല്ലാത്തേ ഉള്ളൂ? മൗര്യന്റെ അണ്ടറിൽ കലിംഗ. അപ്പൊ അടുത്ത രാജാവ് എന്തായാലും എന്താണ്? കലിംഗ എന്ന് പറയുന്ന ദേശം മൗര്യനിലേക്ക് ചേർക്കാനായിരിക്കും നോക്കുന്നത്. അപ്പോൾ കലിംഗ വാർ വാസ് 14 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 261 BC ആണ്. അപ്പൊ ഇവരാരൊക്കെ തമ്മിലാണ്? മൗര്യൻ എംപയർ ആരുടെ അണ്ടറിലാണ്? അശോകന്റെ അണ്ടറിലും. പിന്നെ കലിംഗ സ്റ്റേറ്റ്. അപ്പൊ കലിംഗ എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന ഒഡീഷയുടെയും നോർത്തേൺ ആന്ധ്രാപ്രദേശിന്റെ റീജിയൻസ് കൂടിച്ചേരുന്നത്. അപ്പൊ കലിംഗ അത്രയും എന്താണ്? ജോഗ്രഫിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നല്ല കലാകാരന്മാരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതുപോലെ എന്താണ് നല്ല റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് എല്ലാ രാജാക്കന്മാരും എന്താണ് നോട്ടമിടുന്ന ഒരു ഏരിയ ആണ്. അതാരും നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു? അശോകനും. അപ്പൊ അശോകൻ ആ ഒരു ഭാഗം കോൺകർ ചെയ്യാനായി നടത്തിയ യുദ്ധമാണ് കലിംഗ യുദ്ധം. വരുന്ന വർഷം ഏതാണ്? 261 BC ആണ്. പക്ഷെ ഈ ഒരു യുദ്ധം നടത്തുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ യുദ്ധം നടക്കുമ്പോൾ എന്താണ്? ഇഷ്ടംപോലെ ആൾക്കാർ മരിക്കും. ഡിസ്ട്രക്ഷൻ ആൻഡ് ലോസ് ഓഫ് ലൈഫ്. അപ്പൊ അശോകൻ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു യുദ്ധം കാണുമ്പോഴത്തേന് ഇത്രയും ആൾക്കാർ മരിക്കുന്നു, ഇത്രയും എന്താണ് മൊത്തം എവിടെ നോക്കിയാലും ചോര കെട്ടിക്കിടക്കുന്നു. അത് കാണുമ്പോൾ അദ്ദേഹത്തിന് മാനസാന്തരം വരികയും ഏകദേശം എന്താണ് 150,000 ആൾക്കാർ മരിച്ചെന്നാണ് പറയുന്നത്. അതായത് ആ സമയത്തുണ്ടായിരുന്ന ആൾക്കാരുടെ ജനസംഖ്യയെക്കാളും ഇരട്ടി മരിച്ചു. അപ്പൊ വിഷമം വരികയും അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ വാർ എന്നുള്ള ഒരു ഐഡിയോളജി മാറ്റി ധർമ്മം എന്നുള്ള ഒരു ഐഡിയോളജിയിലേക്ക് മാറുകയാണ്. അതെ, വാർ എന്നുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് ഭേരി ഘോഷ, ദ സൗണ്ട് ഓഫ് വാർ ഡ്രംസ്. അത് മാറ്റി എന്തിലേക്കാകുകയാണ്? ധമ്മഘോഷ, സൗണ്ട് ഓഫ് ധമ്മ. ഈ ധമ്മ എന്ന് പറയുന്നത് എന്താണ്? ധമ്മ എന്ന് പറയുന്നത് പാലി ലാംഗ്വേജിലെ വേർഡാണ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ധർമ്മ, അല്ലെ സാൻസ്ക്രിറ്റ് പറയുകയാണെങ്കിൽ ധർമ്മ. ധർമ്മ എന്നുള്ള വാക്കിന്റെ പാലി ലാംഗ്വേജ്, ഇതിപ്പം കുറെ നമുക്ക് എന്താണ് ഈ ബുദ്ധിസ്റ്റ് അശോകന്റെ ഒക്കെ രീതി പാലി ലാംഗ്വേജിലെ വേർഡ്സ് കൂടുതൽ കാണാം. നമ്മളൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കി അതിന്റെ കറക്റ്റ് നമുക്ക് കിട്ടും. ഭേരിഘോഷ ബൈ ധർമ്മഘോഷ എന്നും പറയും, അല്ലെങ്കിൽ പാലി ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ധമ്മഘോഷ. അതായത് ആ യുദ്ധം കഴിയുന്നതോടെ എന്താണ് വാർ ഡ്രംസിന്റെ സൗണ്ട് മാറി. ഇനിയും തൊട്ട് അശോകന്റെ മനസ്സിൽ എന്തിന്റെ സമ്മാണ്? ധർമ്മയുടെ എന്താണ് ആ ഒരു മുഴക്കമാണുള്ളത്. അതുകൊണ്ട് തന്നെ ധർമ്മം എന്താണ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എന്ത് ഫോളോ ചെയ്യുന്നു? കലിംഗ യുദ്ധം കഴിയുമ്പോൾ അശോകൻ എന്ത് ഫോളോ ചെയ്യാണ്? ബുദ്ധിസം ഫോളോ ചെയ്യാണ്. ഇപ്പൊ ഇനി ബുദ്ധിസം ഫോളോ ചെയ്യുമ്പോൾ അശോകൻ എന്താണ് ഈ ബുദ്ധിസത്തിന്റെ ആശയം, അശോകൻ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഫസ്റ്റ് ഞാൻ പറഞ്ഞു സെർമൺസ് അദ്ദേഹം പല ശിഷ്യന്മാരെയും പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കുറെ ശിഷ്യന്മാർക്ക് അറിയാം, കുറെ പേരെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറെ കൂടെ എന്താണ് സാധാരണ ആൾക്കാരിലേക്ക് എത്തിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ആര്? അശോകൻ. അപ്പൊ ഇത് സാധാരണക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സാധാരണക്കാർ കാണുന്ന സ്ഥലത്തൊക്കെ ഇതെന്താണ് എഴുതി വെക്കണം. അതാണ് അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയും.
അല്ലെങ്കിൽ റോക്ക് എഡിക്റ്റ്. അപ്പോൾ ഇവിടുത്തെ എന്തിലൊക്കെ എഴുതാം, നമുക്കൊന്നെങ്കിൽ പില്ലറിൽ, വലിയ വലിയ തൂണുകളിൽ, നമ്മൾ ഇന്ന് പരസ്യം കാണുന്ന പോലെ ഇതിൻ്റെ തൂണുകളിലൊക്കെ എഴുതി വെക്കുന്നതിനാണ് നമ്മൾ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. ചിലതെന്താണ് വലിയ വലിയ പാറകളിലായിരിക്കും, ആ പാറകളിൽ നമ്മൾ എന്താണ് ഈ ഒരു ലേഖനങ്ങൾ, ഒരു മെസ്സേജ് എഴുതി വെക്കുന്നതിന് നമ്മൾ റോക്ക് എഡിക്റ്റ് എന്ന് പറയും. അങ്ങനെ ഒരു 14 അശോകൻ സ്ഥാപിച്ച 14 റോക്ക് എഡിക്റ്റ് നമ്മൾ പഠിക്കാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 13ാമത്തെ റോക്ക് എഡിക്റ്റ്. 13ാമത്തെ റോക്ക് എഡിക്റ്റിലാണ് എന്ത് പറയുന്നത്, കലിംഗ വാറിനെ പറ്റി പറയുന്നത്. ചോദിച്ചിട്ടുള്ളതാണ്, ഏത് റോക്ക് എഡിക്റ്റിലാണ് കലിംഗ വാർ മെൻഷൻ ചെയ്തേക്കുന്നത്? 14 റോക്ക് എഡിക്ട്സ് ഉള്ളതിൽ 13ാമത്തെ റോക്ക് എഡിക്ട്സിലാണ് എന്ത് മെൻഷൻ ചെയ്തേക്കുന്നത്? കലിംഗ വാർ. അതിൻ്റെ ഡീറ്റെയിൽസും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ 13ാമത്തെ റോക്ക് എഡിക്ട്സിലുണ്ട്. അപ്പോൾ ഇനിയും തൊട്ട് ഈ ഒരു യുദ്ധം കഴിയുന്നതോടെ അശോകൻ എന്താണ്, ധർമ്മം പ്രചരിപ്പിക്കാൻ ഇറങ്ങിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ധർമ്മം എല്ലാവരിലേക്കും എത്തിക്കുന്നത്? ആ ധർമ്മത്തിൻ്റെ ഐഡിയോളജി ബുദ്ധിസത്തിൻ്റെ പല മാർഗങ്ങളിലൂടെ ആൾക്കാരിലേക്ക് എത്തിക്കണം. അപ്പോൾ ബുദ്ധിസത്തിൻ്റെ ടീച്ചിങ്സ് ആണ് എവിടേക്ക് എത്തേണ്ടത്? സാധാരണ ജനങ്ങളിലേക്ക് എത്തേണ്ടത്. അതെങ്ങനെ എത്താന്ന് വെച്ചാൽ അശോകനെ അതിന് കണ്ട മാർഗങ്ങളാണ് റോക്ക് എഡിക്ട്സ്, പില്ലർ എഡിക്ട്സ്. അതായത് സാധാരണ ജനങ്ങൾ എവിടെയൊക്കെ കാണുന്നോ, അത് പൊതുവായ സ്ഥലങ്ങളൊക്കെ അവർക്ക് കാണാനും വായിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ എന്താണ് ബുദ്ധന്റെ ടീച്ചിങ്സ് എഴുതി വെക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് കൊടുത്തേക്കുന്നത്. ആഫ്റ്റർ കലിംഗ വാർ ഹി അഡോപ്റ്റഡ് ബുദ്ധിസം. അപ്പോൾ ബുദ്ധിസം വരികയും അദ്ദേഹം എന്താണ് ബുദ്ധിസം പ്രൊമോട്ട് ചെയ്യാൻ പല പല ലയൺ ക്യാപിറ്റൽ, അങ്ങനെ കുറെ ആർക്കിടെക്ചർ കാണും. അപ്പോൾ ആ ലയൺ ക്യാപിറ്റലിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് നമ്മുടെ നാഷണൽ എംബ്ലം എടുത്തിട്ടുള്ളത്. അതാണ് പറഞ്ഞേക്കുന്നത് അശോകൻ പില്ലറിൽ നിന്നുള്ള ലയൺ ക്യാപിറ്റൽ ഇൻസ്പയർ ആയിട്ടാണ് നാഷണൽ എംബ്ലം. ഓൾസോ എന്താണ് അശോകൻ പണിതാണ് സാഞ്ചി സ്തൂപ. നമ്മൾ ആർക്കിടെക്ചർ സെപ്പറേറ്റ് പറയും, അപ്പോൾ നോക്കാം. പിന്നെ അത് മാത്രമല്ല, എന്താണ് ഈ ബുദ്ധിസം എന്ന് പറയുന്ന ഒരു ഐഡിയ എക്സ്പാൻഡ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ മക്കളായ സംഘമിത്രയും മഹേന്ദ്രനെയും എവിടേക്ക് അയച്ചിട്ടുണ്ട്? ശ്രീലങ്കയിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അശോകന് ഈ ബുദ്ധിസം പ്രൊമോട്ട് ചെയ്യാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയും അശോകൻ കഴിയുന്നതോടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ് ഒന്നും ഏതിലില്ല, മൗര്യൻ ഡൈനാസ്റ്റിയിലില്ല. ലാസ്റ്റ് വരുന്ന ആരാണ്? ദശരഥ, സമ്പ്രതി, ദേവവർമ്മൻ, ശതധന്വാൻ. ലാസ്റ്റിലുള്ള ഒരു പേര് മാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ആര്? ബൃഹദ്രഥ. ചോദിച്ചിട്ടുള്ളതാണ് ലാസ്റ്റ് മൗര്യൻ എംപറർ. മൗര്യൻ ഡൈനാസ്റ്റിയിലെ അവസാനത്തെ മൗര്യൻ റൂളർ ആരാണ്? ബൃഹദ്രഥയാണ്. കാരണം ആദ്യം എന്താണ് ചന്ദ്രഗുപ്ത മൗര്യ, അത് കഴിഞ്ഞ് ബിന്ദുസാര, അത് കഴിഞ്ഞ് അശോക. ഇനി ഒരു മൗര്യൻ റൂളറുടെ പേര് ഓർക്കണമെങ്കിൽ ആര് മാത്രമാണ്? ലാസ്റ്റ് മൗര്യൻ റൂളറായ ബൃഹദ്രഥ. ബൃഹദ്രഥ എന്താണ്? പുഷ്യമിത്ര ശുംഗ കൊല്ലുകയും അത് കഴിഞ്ഞ് ശുംഗ ഡൈനാസ്റ്റി, അവിടെ നമ്മൾ പോകുന്നില്ല, മൗര്യൻ ഡൈനാസ്റ്റി ആണ് നോക്കുന്നത്. അപ്പോൾ മൗര്യൻ ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ ഏത് പേരാണ് ഇനി ഓർക്കേണ്ടത്? ബൃഹദ്രഥയാണ്. ഈ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയുണ്ട്? അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഇത്രയൊരു ഭാഗം എന്താണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഇത്രയൊരു ഭാഗം എന്തിൻ്റെ അണ്ടറിൽ? ഒരു എംപയറിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഏകദേശം നല്ല സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ് നമുക്ക് ഏതിൽ കാണാൻ പറ്റുന്നത്? മൗര്യൻ കാലഘട്ടത്തിൽ കാണാൻ പറ്റുന്നത്. നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് അല്ലാത്തതുകൊണ്ട് അത്ര ഡീപ് ഡൗൺ പോകണ്ട. നമുക്ക് ആവശ്യമുള്ള 1-2 ടേമുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യം വരുന്നതാണ് മന്ത്രി പരിഷത്ത്. നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പോലെ നമുക്ക് എന്താണ് ഒരു പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അറിഞ്ഞിരുന്ന പേരാണ് മന്ത്രി പരിഷത്ത് എന്ന് പറയുന്നത്. അതിൽ പല പല ഓഫീസേഴ്സ്, ഇന്നലത്തെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് പോലെ പല പല പോസ്റ്റുകളും പല പല ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. അതല്ലാതെ വരുന്നതാണ് അമത്യാസ്. ആരാണ്? ഇന്ന് കാണുന്ന IAS, IFS ഓഫീസേഴ്സ് പോലെ സിവിൽ സർവൻസ് എന്ന് വെച്ചാൽ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന ഓഫീസേഴ്സിനെ പറയപ്പെട്ടിരുന്ന പേരാണ് അമത്യാസ്. അടുത്തത് രജുകാസ്. രജുകാസ് എന്ന് വെച്ചാൽ ഇന്നത്തെ കമ്പയർ ചെയ്യുവാണ് ഇന്നത്തെ പോലീസ് എന്ന് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ എന്താണ് കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുക, ധർമ്മം പ്രവർത്തിക്കുക, എന്താണ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുക, അങ്ങനെയുള്ള ആൾക്കാർ. അടുത്ത വരുന്നതാണ് സ്പൈസ്. നിങ്ങൾ ഏത് രാജ പദവികൾ നോക്കിയാലും നമ്മൾ ഇതിനു മുമ്പ് വേദിക്ക് നോക്കിയപ്പോഴും കണ്ടാണ് ചാരന്മാർ എന്താണ് സെപ്പറേറ്റ് ഒരു, ഇന്ന് നമ്മൾ പല ഇന്റലിജൻസ് ഏജൻസി വെക്കുന്ന പോലെ സെപ്പറേറ്റ് ഒരു പോസ്റ്റായിട്ട് എന്തുണ്ടായിരുന്നു? സ്പൈസ് ഉണ്ടായിരുന്നു. എന്താണ് ഫോറിൻ എനിമീസ് വരുന്നുണ്ടോ, ഫോറിൻ അറ്റാക്സ് ഉണ്ടോ, ഇന്ത്യയിൽ തന്നെ വേറെ ഏതെങ്കിലും ഡൈനാസ്റ്റി എന്താണ് ഈ ഒരു വലിയ എംപയറിനെതിരെ തിരിയുന്നുണ്ടോ, ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആരാണ്? സ്പൈസ് ആണ്. അപ്പോൾ ഇത്രയാണ് അഡ്മിനിസ്ട്രേഷന് വരുന്ന മെയിൻ പോസ്റ്റുകൾ: മന്ത്രിപരിഷത്ത്, അമത്യാസ്, രജുകാസ്, സ്പൈസ്. അടുത്തത് അശോകൻ ഇൻസ്ക്രിപ്ഷൻ. ഞാൻ പറഞ്ഞാൽ ഇൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു റോക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ എന്താണ് എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കുന്ന അല്ലെങ്കിൽ കൊത്തി വെക്കുന്നതിനാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ഇൻസ്ക്രിപ്ഷൻ. ഇതിപ്പോൾ ഒരു റോക്കാണെങ്കിൽ ഇതിൽ നമ്മൾ എന്താണ് കുറച്ച് ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ് എഴുതി വെച്ചാൽ നമ്മൾ ഇതിനെ എന്ത് പറയും? ഒരു ബുദ്ധിസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയും.
അങ്ങനെ അശോകന്റെ ഫേമസ് ആയിട്ടുള്ള 14 റോക്ക് എഡിക്റ്റുകളാണുള്ളത്. 14 റോക്സിൽ പാറകളിലായിട്ട് എഴുതപ്പെട്ട ബുദ്ധിസം ആശയങ്ങളാണുള്ളത്. അപ്പോൾ 14 റോക്ക് എഡിക്ട്സിലും ഓരോ റോക്ക് എഡിക്റ്റും എന്തുമായിട്ട് ബന്ധപ്പെട്ടതെന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 14 എണ്ണവും കാണാതെ പഠിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 എണ്ണം വരുന്നത് ആദ്യത്തേതാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് മേജർ റോക്ക് എഡിക്റ്റ് ആണ്. അതിൽ എന്താണ് പറയുന്നത്? പ്രൊഹിബിഷൻ ഓഫ് ആനിമൽ സാക്രിഫൈസ്. ആനിമൽ സാക്രിഫൈസ് എന്താണ്? പ്രൊഹിബിറ്റ് ചെയ്യണം. പിന്നെ വരുന്നത് നാലാമത്തെ വരുന്നത് എന്താണ്? ഭേരിഘോഷ ഈസ് റീപ്ലേസ്ഡ് ബൈ ധമ്മഘോഷ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഭേരിഘോഷ എന്താണ്? വാർ എന്ത് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യണം? ധർമ്മം വെച്ചിട്ട് ഈ യുദ്ധം എന്താണ്? നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഇതാര് പറഞ്ഞതാണ്? അശോകൻ കലിംഗ യുദ്ധം കഴിയുമ്പോൾ എടുക്കുന്ന അശോകന്റെ മെയിൻ പോളിസിയാണ് ഭേരിഘോഷ റീപ്ലേസ്ഡ് ബൈ ധമ്മഘോഷ. രണ്ടാമത്തേതിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. പിന്നെ മൂന്നാമത്തെ എന്താണ്? പ്രാദേശിക ഈ ഒരു ഓഫീസർ പോസ്റ്റ്. അഞ്ചാമത്തേതിൽ എന്താണ്? ഈ ധർമ്മം എക്സ്പാൻഡ് ചെയ്യാനുള്ള ധമ്മ മഹാമാതാസ്. ഇത് ധർമ്മത്തിന്റെ ആ ഒരു ഐഡിയോളജി പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അശോകൻ കുറച്ച് ഓഫീസേഴ്സ് പോലെ കുറച്ച് ആൾക്കാരെ നിയമിച്ചിരുന്നു. അവരെയാണ് എന്തെന്ന് പറഞ്ഞത്? ധമ്മ മഹാമാതാസ്. അവരുടെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും ഒക്കെ അഞ്ചാമത്തെ റോക്ക് എഡിക്റ്റ് പറയുന്നുണ്ട്. പിന്നെ മന്ത്രി പരിഷത്ത്, റിലീജിയസ് ടോളറേഷൻ. നമുക്കിനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 13ാമത്തെ റോക്ക് എഡിക്റ്റ് ആണ്. നേരത്തെ പറഞ്ഞാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട? കലിംഗ വാറുമായിട്ട് ബന്ധപ്പെട്ട 13ാമത്തെ റോക്ക് എഡിക്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. 8, 9, 10, 11, 12 ജസ്റ്റ് ഒന്ന് ടോപ്പിക്ക് നോക്കി വെക്കുക. ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആദ്യത്തെ റോക്ക് എഡിക്റ്റ്. പിന്നെ വരുന്ന ഏതാണ്? 4ാമത്തേത്. പിന്നെ വരുന്ന ഏതാണ്? 13ാമത്തേത്. ഇനി റോക്ക് എഡിക്റ്റ്, അത് പറഞ്ഞു പാറകളില. ഇനി എന്താണ്? തൂണുകളിൽ നമ്മൾ എഴുതും. പില്ലേഴ്സിൽ ഈ ഒരു ആശയങ്ങൾ എഴുതി വെക്കുന്നതാണ് പില്ലർ എഡിക്ട്സ്. അപ്പൊ അങ്ങനെ ഒരു 7 പില്ലർ എഡിക്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തേതിൽ എന്താണ്? സോഷ്യൽ കോഡ്. രണ്ടാമത്തേതിൽ ഐ ഡൊണേഷനെ പറ്റി. 3 എന്താണ്? സോൾ ആൻഡ് സിന്ന്. 4 എന്താണ്? രജുകാസ്. 5 എന്താണ്? ആനിമൽ കില്ലിങ്. 6 എന്താണ്? വെൽഫെയർ ഓഫ് പീപ്പിൾ. 7 എന്താണ്? ധമ്മ മഹാമാതാസ്. ജനറലായിട്ട് ഇത്ര ഓർത്താൽ മതി. ധർമ്മം, അശോകൻ എന്താണ്? ബുദ്ധിസത്തിലൂടെ ധർമ്മത്തിന്റെ ആശയം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ബുദ്ധന്റെ പല ഐഡിയോളജികളും ധർമ്മം എങ്ങനെയാണോ വരേണ്ടത്, നല്ല നല്ല കാര്യങ്ങളൊക്കെ ഓരോരോ സ്ഥലത്ത് എഴുതി വെക്കുന്നതാണ് എന്ത്? ഈ ഇൻസ്ക്രിപ്ഷൻസ് അല്ലെ റോക്ക് എഡിക്ട്സ് എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൗര്യൻ ആർട്ടാണ്. മൗര്യൻ ആർട്ട് നമുക്ക് 3 തിരിക്കാം. ഒന്ന് വരുന്നത് പില്ലറ്, 2 സ്തൂപ, 3 വരുന്നത് കേവ്സ് ആണ്. ഓക്കെ, പില്ലർ. അപ്പം മൗര്യൻ ആർട്ടിൽ, പക്ഷെ മൗര്യന്റെ കാലഘട്ടത്തിൽ മെയിനായിട്ട് പണിഞ്ഞുകൊണ്ടിരുന്ന ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആർട്ട് ഡെവലപ്പ് ചെയ്യാവുന്ന ആർക്കിടെക്ചർ ഇന്റലിജൻസ് എന്തൊക്കെയാണ്? കലാകാരന്മാർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്ത ഏത് ടൈപ്പ് ബിൽഡിംഗ്? അതിൽ ആദ്യം വരുന്നതാണ് പില്ലർ. നമുക്കറിയാം അശോകൻ പില്ലർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സർനാഥിലെ പില്ലറാണെന്ത്? നമ്മുടെ അതിൻ്റെ ഹെഡാണ് നമ്മുടെ നാഷണൽ എംബ്ലത്തിലേക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ ആ പില്ലറിനൊരു ജനറൽ ഫോം കാണും. ഇപ്പോൾ ജനറൽ ഫോം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ആനിമൽ ക്യാപിറ്റൽ കാണും. ഏതെങ്കിലും ഒരു ആനിമലിൻ്റെ ഒരു പ്രതിമ പോലെ കാണും. അതിന് താഴെയായിട്ടൊരു ഭാഗം വരുന്നതാണ് അബാക്കസ് എന്ന് പറയും. അതിന് താഴെയായിട്ട് ഒരു ഇൻവേർട്ടഡ് ലോട്ടസ്, നമ്മൾ യഥാർത്ഥ പടം കാണും. ഇൻവേർട്ടഡ് ലോട്ടസ്. അതിൻ്റെ താഴെയായിട്ട് ആ തൂണിൻ്റെ ഭാഗമാണ് എന്ത്? ഷാഫ്റ്റ്. ഈ ഒരു ഷാഫ്റ്റിൽ ഇവിടെ ആയിരിക്കും എന്ത്? അശോകൻ എന്താണോ ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ആശയം അതൊക്കെ എഴുതി വെച്ചേക്കുന്നത് എവിടെ ആയിരിക്കും? ഈ ഒരു ഷാഫ്റ്റിലായിരിക്കും. അപ്പോൾ ആദ്യം വരുന്ന പില്ലർ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ അശോകൻ പില്ലർ ഫേമസ് ആണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്ന ആശയം പ്രൊമോട്ട് ചെയ്യാൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ എക്സലൻസ് ആണ് എന്ത്? അദ്ദേഹത്തിൻ്റെ പില്ലേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏകദേശം ആവറേജ് ഹൈറ്റ് 40 ഫീറ്റ് ആണ് ടോപ്പ് പോർഷനിൽ. ഓക്കെ, ഇത് ഒരു പില്ലറാണ്. രാംപൂർവ പില്ലർ അല്ലെ ബുൾ ക്യാപിറ്റൽ. ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും മണ്ടയ്ക്ക് എന്താണ്? ഒരു ആനിമൽ ആയിരിക്കും കാണുന്നത്. അതിന് തൊട്ട് താഴെ അബാക്കസ്, അതിന് താഴെ എന്താണ്? ഇൻവേർട്ടഡ് ലോട്ടസ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സർനാഥിലെ ലയൺ പില്ലറാണ്. ദ മൗര്യൻ പില്ലർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് സർനാഥ്. സർനാഥിലാണ് ബുദ്ധൻ എന്താണ്? അദ്ദേഹത്തിന്റെ ആദ്യത്തെ സെർമൺ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു മെമ്മറിക്കായിട്ട് അശോകൻ അവിടെ പണിയുന്നതാണ് സർനാഥ് ലയൺ പില്ലർ. നോക്കാം എന്താണ് സർനാഥ് ലയൺ പില്ലർ. അതിന്റെ ക്ലോസപ്പ് പിക്ചർ വരുന്നത് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞ പോലെ ലയൺ ക്യാപിറ്റൽ, എന്താണ്? അബാക്കസ്. അബാക്കസിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? നടുക്ക് അശോക ചക്രം, 24 ചക്രങ്ങളുള്ള അശോക ചക്രം. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ആനിമൽസിനെയാണ് കൊടുത്തേക്കുന്നത്. അതിന് താഴെയായിട്ട് എന്താണ്? ഒരു ഇൻവേർട്ടഡ് ലോട്ടസ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ നാഷണൽ എംബ്ലമായിട്ട് എടുത്തേക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള സർനാഥ് പില്ലർ വരുന്ന പടം ഇതാണ്. അപ്പോൾ എന്താണ്? ആനിമൽ
ക്യാപിറ്റലിന്റെ മേളിലായിട്ട് എന്തുണ്ട്? ഒരു വീലുണ്ട്. എന്താണ്? അശോക ചക്രം പോലെ ഒരു വീല്. പിന്നെന്താണ്? താഴെ അബാക്കസിലും എന്താണ്? അശോക ചക്രം ഉണ്ട്. ഇവിടൊക്കെ എന്താണ്? കുറച്ച് ആനിമൽസ് ആണ്. അതിന് താഴെ താമര എന്താണ്? കമഴ്ത്തി വെച്ചേക്കുന്ന പോലെ ഇൻവേർട്ടഡ് ലോട്ടസ് പോലെ ഒരു ഭാഗം. അതിന് താഴെയാണ് എന്ത് വരുന്നത്? ഷാഫ്റ്റ്. കണ്ടോ? വീല്, ക്യാപിറ്റൽ, ആനിമൽ ക്യാപിറ്റൽ, അബാക്കസ്, ബെൽ ഷേപ്ഡ് ഇൻവേർട്ടഡ് ലോട്ടസ്, ഷാഫ്റ്റ്. ഇത്രയും കാര്യങ്ങൾ. അപ്പം നിങ്ങൾ മെയിനായിട്ട് ഒരു ആർക്കിടെക്ചർ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പടം കണ്ടാൽ എന്തൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൽ ഈ വീലും ഷാഫ്റ്റും കളഞ്ഞിട്ടുള്ള ഈ ഇൻവെർട്ടഡ് ലോട്ടസും കഴിഞ്ഞിട്ട് ബാക്കി ഭാഗമാണ് എന്ത്? നമ്മൾ നാഷണൽ എംബ്ലത്തിനായിട്ട് എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഒരു ക്ലോസപ്പ് പിക്ചറാണിത്. ഓക്കെ, ഫസ്റ്റ് സെർമൺ എവിടെയാണ്? സർനാദിൽ നടന്നുകൊണ്ടാണ് എന്ത്? സർനാദിൽ ഒരു ലയൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ ലയൺ പില്ലർ ആര് നിർമ്മിച്ചത്? അശോകൻ നിർമ്മിച്ചത്. അതിന് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഏതൊക്കെയാണെന്നാണ് കൊടുത്തേക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ആയിട്ട്. അത് ഞാൻ ഓൾറെഡി എന്താണ് പടത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇനി നമ്മൾ ആനിമൽ ക്യാപിറ്റലിന്റെ ക്രൗണിങ് വീൽ ഇല്ലാതെ, വിത്തൗട്ട് ദ ക്രൗണിങ് വീൽ ആൻഡ് ദ ലോട്ടസ് ബേസ്, അതായത് ഈ ഒരു വീലും ഇല്ല, എന്താണ് ഈ ഒരു ലോട്ടസ് ബേസും ഇല്ല, ഇത്രയും വരുന്ന ഭാഗമാണ് നമ്മൾ എന്തിലേക്ക് എടുത്തേക്കുന്നത്? നമ്മുടെ നാഷണൽ എംബ്ലത്തിലേക്ക് എടുത്തേക്കുന്നത്. അതാണ് കൊടുത്തേക്കുന്നത്. ക്യാപിറ്റൽ, ലയൺ ക്യാപിറ്റൽ വിത്തൗട്ട് ക്രൗണിങ് വീൽ ആൻഡ് ദ ലോട്ടസ് ബേസ് ഹാസ് ബീൻ അഡോപ്റ്റഡ് ആസ് ദ നാഷണൽ എംബ്ലം ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അപ്പോൾ അശോകൻ എന്തുകൊണ്ടാണ് സർനാദിൽ ഒരു പില്ലർ പണിതത്? കാരണം സർനാദി വെച്ചിട്ടായിരുന്നു ബുദ്ധൻ എന്താണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ എന്താണ് പ്രസംഗം അല്ലെങ്കിൽ ആദ്യത്തെ സെർമൺ കൊടുത്തത്. അതുകൊണ്ടാണ് അവിടെ ഒരു പില്ലർ. ആ പില്ലറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ക്യാപിറ്റൽ, അബാക്കസ്, പിന്നെ എന്താണ് ഇൻവെർട്ടഡ് ലോട്ടസ്, ഷാഫ്റ്റ്. ഇത്രയും കാര്യങ്ങൾ നോക്കുക. എന്താണ് അബാക്കസിൽ എന്തൊക്കെയാണ്? ഇനി ഓരോന്നിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് കൊടുത്തേക്കാണ്. അബാക്കസിൽ എന്താണ്? ചക്ര ഉണ്ടായിരുന്നു. അതിലെന്താണ് 24 വീലുകളാണുള്ളത്. അത് തന്നെയാണ് എന്ത്? നമ്മുടെ ദേശീയ പതാകയുടെയും നടുക്ക് വരുന്നത്. പിന്നെന്താണ് വേറെ അബാക്കസിൽ ഉണ്ടായിരുന്നത്? നമ്മൾ ആനിമൽസ് ആണ്. ഏതൊക്കെയാണ്? എലിഫന്റ് ഉണ്ട്, ഹോഴ്സ് ഉണ്ട്, ബുള്ളുണ്ട്. അത്ര പടത്തിൽ ക്ലിയർ അല്ല. ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ? ഇവിടെ ഉള്ള ആനിമൽസിന്റെ ലിസ്റ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആനിമൽസ് ഏതൊക്കെയാണ്? ബുള്ളുണ്ട്, ഹോഴ്സ് ഉണ്ട്, എലിഫന്റ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ചക്രയുടെ ഉദ്ദേശം എന്താണ്? ധർമ്മചക്ര. അതിനെ എന്തെന്ന് അറിയപ്പെടുന്നത്? ധർമ്മചക്ര. കാരണം ധർമ്മം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു ചക്രയാണ്. അതുകൊണ്ടാണ് ധർമ്മചക്ര. ഇനി മെയിനായിട്ട് വരുന്ന അടുത്താണ് സ്തൂപാസ്. സ്തൂപാസ് വരുന്നത് ഈ പില്ലേഴ്സ് എന്താണ്? അശോകന്റെ ഇൻസ്ക്രിപ്ഷൻ ആശയങ്ങൾ കൊണ്ടുപോകാനായിരുന്നെങ്കിൽ അടുത്ത സ്തൂപാസ് അശോകൻ ഉപയോഗിച്ച സാധനങ്ങൾ അല്ലെ അശോകന്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളും നമ്മൾ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്തൂപാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫേമസ് ആയിട്ടുള്ളതാണ് സാഞ്ചി സ്തൂപ. ഇതാണ് സാഞ്ചി സ്തൂപയുടെ പടം വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം, ഈ മേലിൽ കാണുന്ന ആ 3 ലെയറിനെയാണ് ഛത്രി എന്ന് പറയുന്നത്. ഛത്രി. ഈ കാണുന്ന അതിന് സറൗണ്ടിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഹർമിക. ഹർമിക. ഈ റൗണ്ട് പോലത്തെ ഭാഗം മുട്ട പോലെ കമന്നിരിക്കുന്ന ഇതാണ് അണ്ഡ. അണ്ഡ. ഇനി ഈ ഒരു എന്താണ് നമുക്കറിയാം, ഇവിടെ ഒരു കേട്ടാണ്. ഇതിന് ചുറ്റും എന്താണ് നടക്കാൻ പറ്റും. ഇവിടെ നമുക്കൊരു പ്രദക്ഷിണ പാതയുണ്ട്. ഇതിനകത്ത് നോക്കിയാലും നമുക്ക് എന്താണ് ഒരു പ്രദക്ഷിണ പാത കാണാൻ പറ്റും. പ്രദക്ഷിണ പാത. അതല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗേറ്റ് വേയിലുള്ള ഈ ഒരു അലങ്കാരം, ഈ ഒരു എന്താണ് ഗേറ്റ് വേ എൻട്രൻസിനെയാണ് തോരണ എന്ന് പറയുന്നത്. തോരണ. അപ്പം ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള എന്താണ് സാഞ്ചി സ്തൂപയുടെ ഫീച്ചേഴ്സ്. അപ്പം ഇതിനകത്തായിരിക്കും എന്ത്? അശോകൻ ഉപയോഗിച്ച ബുദ്ധൻ ഉപയോഗിച്ച സാധനങ്ങളും അദ്ദേഹത്തിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്ന എന്താണ് ഈ ഒരു സ്തൂപയുടെ അണ്ടറിലായിരിക്കും. അപ്പോൾ സ്തൂപയുടെ ഏറ്റവും മേളിൽ എന്താണ് ഛത്രിയാണ് വരുന്നത്. അതിന് സറൗണ്ടിങ് ആയിട്ട് വരുന്ന ഭാഗത്തെ നമ്മൾ ഹർമിക എന്ന് പറയും. അതിന് താഴെയുള്ള എന്താണ് ഒരു മുട്ട പോലത്തെ വലിയ പോർഷനാണ് എന്ത്? അണ്ഡ. അതിന് ചുറ്റുമുള്ള നമുക്ക് ചുറ്റും കറങ്ങാൻ പറ്റുന്ന 2 ഭാഗങ്ങളാണുള്ളത്, താഴെയും മേളിലും. അതിനെ പ്രദക്ഷിണ പാത എന്ന് പറയും. പിന്നുള്ള ആ ഒരു എൻട്രൻസിൽ എന്താണ് ഗേറ്റ് വേയിലെ എൻട്രൻസിനെ എന്ന് പറയും തോരണ എന്ന് പറയും. അപ്പം ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്തൂപയുടെ ഫീച്ചേഴ്സ്. അപ്പം അശോകന് മുമ്പ് എന്താണ് സ്തൂപ എന്ന് പറയുന്ന ഫീച്ചർ ഇന്ത്യയിൽ അത്ര എന്താണ് പരിചിതമല്ലായിരുന്നു. പിന്നെ കൊടുത്തേക്കുന്ന ഞാൻ ഈ പറഞ്ഞ സ്തൂപയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. ക്രൗൺ പോലെ ഇരിക്കുന്ന എന്താണ്, അതിൻ്റെ ചുറ്റുമുള്ള പാത്ത് എന്താണ്, പിന്നെ അശോകന്റെ ജീവിത കഥകളും കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു തോരണത്തിലൊക്കെ എന്താണ് കൊത്തിവെച്ചിരിക്കുന്നത്. ആ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ലാസ്റ്റിൽ വരുന്ന ഏതാണ്? കേവ്സ് ആണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞു, ആദ്യം പില്ലറ്, പിന്നെ സ്തൂപാസ്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേവ്സ്. അശോകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് കേവ്സ്. അത് പടം ഏകദേശം ഇങ്ങനെ വരും. കേവ്സ്
അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് ബരാബർ ആൻഡ് നാഗാർജുനി ഹിൽസ് ആണ്. അശോകൻ കഴിഞ്ഞ് പിന്നെ വരുന്ന ദശരഥ എന്ന് പറയുന്ന അശോകന്റെ കൊച്ചുമകന്റെ കാലഘട്ടത്തിലാണ് ഈ നാഗാർജുനി ഹിൽസ് ഒക്കെ എന്താണ് കുറച്ചുകൂടെ ഡീപ്പ് ഡൗൺ ആയിട്ട് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേവ്സ് ഒക്കെ വരുന്ന ഏതാണ്? ബരാബർ, നാഗാർജുനി ഹിൽസ്, രണ്ടും എവിടെയാണ് വരുന്നത്? ബീഹാറിലാണ് വരുന്നത്. പിന്നെ എന്താണ് ലോമസ് കൃഷി കേവ്സിനൊക്കെ എന്താണ് ഇതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. പക്ഷെ കേവ്സ് നമുക്ക് എന്താണ് പില്ലേഴ്സും സ്തൂപയും വെച്ച് നോക്കുമ്പോൾ കേവ്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കേവ്സ് ഇതാണ് വരുന്നത്, ഇതാണ് ബരാബർ കേവ്സ് ബീഹാറിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് എന്താണ് മൗര്യൻ എംപയറിൻ്റെ വരുന്നത്. അപ്പോൾ മൗര്യൻ എംപയറിന് മുമ്പ് 3 എംപയേഴ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം മൗര്യൻ എന്ന് പറയുന്ന ഒരു വലിയ സാമ്രാജ്യം എന്താണ് കൗടില്യൻ്റെ സഹായത്തോടെ ആര് ഫൗണ്ട് ചെയ്യുകയാണ്? ചന്ദ്രഗുപ്ത മൗര്യ ഫൗണ്ട് ചെയ്യുകയാണ്. ലാസ്റ്റ് റൂളർ ആരാണ്? ബൃഹദ്രഥയാണ്. അപ്പോൾ ബൃഹദ്രഥയെ കൊന്നുകൊണ്ട് പുതിയ ഡൈനാസ്റ്റി വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടോ കാരണങ്ങളാൽ എന്താണ് മൗര്യൻ എംപയർ തകരുകയാണ്. അപ്പോൾ മൗര്യൻ എംപയർ മെയിനായിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് അശോകന്റെ ഭരണശേഷമാണ്. അപ്പോൾ മെയിനായിട്ട് മൗര്യൻ എംപയറിന്റെ ഒരു ഡിക്ലൈന് കാരണമായിട്ട് എന്താണ് പറയുന്നത്? അശോകന്റെ മരണമാണ്. അശോകന്റെ മരണശേഷം എന്താണ് ഈ മൗര്യൻ എന്ന് പറയുന്ന സാമ്രാജ്യം നശിച്ചുകൊണ്ട് ചെറുതായിരുന്നു. പിന്നെ വരുന്ന റൂളേഴ്സ് ഒക്കെ എന്താണ് വീക്ക് ആയിരുന്നു. പിന്നെ മെയിനായിട്ട് റീസൺ പറയുന്നത് അശോകൻ ബുദ്ധിസം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കൂടുതൽ എന്താണ് ബ്രാഹ്മിൺസിന്, ഞാൻ പറഞ്ഞു ബ്രാഹ്മണിക്കൽ ഡൊമിനൻസിന് എതിരെ വന്ന റിലീജിയസ് ഐഡിയാസ് ആണ് എന്ത്? ജൈനിസം, ബുദ്ധിസം. അപ്പൊ അശോകൻ ബുദ്ധിസം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതൊക്കെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു? ബ്രാഹ്മിൺസിന് ഇഷ്ടമല്ലായിരുന്നു. അതും എന്താണ് ഈ ഒരു മൗര്യൻ എംപയറിന്റെ തകർച്ച. പിന്നെ വേറൊരു കഥ പറയുന്നത് അശോകൻ കൂടുതൽ ബുദ്ധിസത്തിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ രാജാവ് എന്നുള്ള പദവിയും എന്താണ് ഈ രാജഭരണവും ഒക്കെ വിട്ട് കുറേ കൂടെ ധർമ്മത്തിന്റെ ആ ഒരു രീതിയിലേക്ക് പോയപ്പോഴത്തേന് ഈ മൗര്യൻ എന്ന് പറയുന്ന സാമ്രാജ്യം എന്താണ് ക്ഷയിച്ചു തുടങ്ങി. അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് മൗര്യൻ എംപയർ എന്താണ് ഏകദേശം ഒരു 232 BC കഴിയുമ്പോഴത്തേണ് ഏകദേശം 185 BC വരെ എന്താണ് ലാസ്റ്റ് മൗര്യൻ റൂളർ ഉള്ളൂ. അതോടെ മൗര്യൻ എന്ന് പറയുന്ന സാമ്രാജ്യം നശിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് മൗര്യൻ എംപയറിന്റെ മെയിൻ പോയിന്റ്സ്. നമ്മൾ നോക്കി ആരാണ് റൂളേഴ്സ്, അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യുദ്ധങ്ങൾ, അത് വന്ന വർഷങ്ങൾ, ആരാണ് ജയിച്ചത്, മെയിനായിട്ട് അവർ എക്സ്പാൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നമുക്ക് മൗര്യൻ എംപയറിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 3-4 ചോദ്യങ്ങൾ നോക്കാം. അതിൽ ആദ്യം ചോദിച്ചിട്ടുള്ളതാണ് ഹൂ വാസ് ദ ലാസ്റ്റ് റൂളർ ഓഫ് മൗര്യൻ എംപയർ? മൗര്യൻ എംപയറിന്റെ അവസാനത്തെ രാജാവ് ആരായിരുന്നു? ഇതിൽ അശോകൻ, കാലശോക, സംപ്രതി, ബൃഹദ്രഥ. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു ആരാണ് ലാസ്റ്റ് മൗര്യൻ റൂളർ? ബൃഹദ്രഥയാണ്. വിച്ച് വാസ് ദ ലാസ്റ്റ് ബാറ്റിൽ ഓഫ് അശോകൻ? അശോകന്റെ ആദ്യത്തെ വലിയ യുദ്ധവും അവസാനത്തെ യുദ്ധവും ഏതാണ്? ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ്, കലിംഗ വാർ, പാനിപ്പട്ട്. ബാറ്റിൽ ഓഫ് പ്ലാസി ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ വരുന്നതാണ്. ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് ഞാൻ പറഞ്ഞു എന്താണ് അലക്സാണ്ടറും പോറസും തമ്മിലുള്ളതാണ്. ബാറ്റിൽ ഓഫ് പാനിപ്പട്ടും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുള്ളതാണ്. പിന്നെ ഏതാണ് വരുന്നത്? അശോകന്റെ കാലഘട്ടത്തിലെ കലിംഗ വാറാണ്. കലിംഗ വാർ. അത് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഹു വാസ് നോൺ ആസ് ദേവനാമ പിയദസി? അതായത് ദേവനാമ പിയ എന്ന് നമ്മൾ പറയും, ദേവനാമ പിയദസി എന്ന് പറയും. ദേവന്മാർക്ക് പ്രിയപ്പെട്ടവൻ എന്നറിയപ്പെടുന്ന ആ ഒരു ടൈറ്റിലുള്ള രാജാവ് ആരാണ്? ഓപ്ഷൻസിൽ ചന്ദ്രഗുപ്ത കൊടുത്തിട്ടുണ്ട്, അശോക കൊടുത്തിട്ടുണ്ട്, ബൃഹദ്രഥ, ബിന്ദുസാര. ആരായിരുന്നു? മൗര്യൻ സാമ്രാജ്യത്തിന്റെ തന്നെ ഏറ്റവും വലിയ റൂളറായ അശോകൻ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കലിംഗ വാർ വാസ് ഇൻ ദ ഇയർ. കലിംഗ ഈ യുദ്ധങ്ങളുടെയൊക്കെ വർഷങ്ങൾ എന്താണ്? കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് എന്താണ്? 326 BC. ഏത് നദിയുടെ തീരത്താണ്? ജലം. അതുപോലെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇന്ന് പഠിച്ചതിലുള്ള ഒരു യുദ്ധമാണ് കലിംഗ വാർ. വർഷം ഏതാണ്? 326 ഉണ്ട്. അത് എന്തിൻ്റെയാണ്? ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസിൻ്റെ ആണ്. 216 ഉണ്ട്, 261 ഉണ്ട്, 183 ഉണ്ട്. ഡൗട്ട് വരാൻ ഇത് രണ്ടിലും ആയിരിക്കും ഡൗട്ട് വരാൻ ചാൻസ്. ഏതാണ് ആൻസർ വരുന്നത്? 261 BC ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കാണുമായിരിക്കും. ഹു ആർ നോൺ ആസ് ദ ഫസ്റ്റ് എംപയർ ബിൽഡേഴ്സ് ഓഫ് ഇന്ത്യ? എംപയർ ബിൽഡേഴ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ എംപയർ ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്ന ഡൈനാസ്റ്റി ഏതാണെന്ന്? ഓപ്ഷൻസിൽ നന്ദ ഡൈനാസ്റ്റി, ഹര്യങ്ക ഡൈനാസ്റ്റി, മൗര്യൻ. നമ്മൾ ആദ്യത്തെ 2 ഡൈനാസ്റ്റി കഴിഞ്ഞിട്ട് മൗര്യന് മുമ്പേ ഈ ഒരു എംപയർ ട്രാൻസ്ഫർമേഷൻ അതിലെ ഒരു കൺവേർഷൻ നടക്കുന്നത് ഏത് ഡൈനാസ്റ്റിയുടെ അണ്ടറിലാണ്? നന്ദ ഡൈനാസ്റ്റിയുടെ അണ്ടറിലാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എംപയർ ബിൽഡേഴ്സ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? നന്ദ ഡൈനാസ്റ്റിയാണ്. ഫസ്റ്റ് എംപറർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? നന്ദ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറായ മഹാപത്മ നന്ദയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ ഡിസ്കസ് ചെയ്ത്? മൗര്യൻ എംപയറിൽ ഡിസ്കസ് ചെയ്ത്. മൗര്യൻ എന്ന് പറയുന്ന വലിയ സാമ്രാജ്യം വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രീ മൗര്യൻ ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണ്? ഹര്യങ്ക, ശിശുനാഗ, നന്ദ.
നന്ദയുടെ ലാസ്റ്റ് റൂളറായ ധനനന്ദയെ കൊന്നുകൊണ്ട് ആര് വരികയാണ്? ചന്ദ്രഗുപ്ത മൗര്യ. കൗടില്യന്റെ സഹായത്തോടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് എന്ത്? മൗര്യൻ എംപയർ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളേഴ്സ് ആരൊക്കെയാണെന്ന് തോന്നി? ചന്ദ്രഗുപ്ത മൗര്യ, ബിന്ദുസാര, അശോക, ലാസ്റ്റ് വരുന്ന ബൃഹദ്രഥ. ഈ ഒരു 4 പേരുകളാണ് ഓർക്കേണ്ടത്. അതിൽ മെയിനായിട്ട് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിൽ 1-2 ഇമ്പോർട്ടന്റ് കാര്യങ്ങളും അശോകന്റെ കാലഘട്ടത്തിലുള്ള മെയിൻ ബുദ്ധിസം അദ്ദേഹം പ്രൊമോട്ട് ചെയ്യാൻ ചെയ്തിട്ടുള്ള രീതികളും എന്താണ് ആ റോക്ക് എഡിക്റ്റും പിന്നെ വരുന്ന അദ്ദേഹത്തിന്റെ ആർക്കിടെക്ചറും ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഏകദേശം എന്താണ് ഈ ഒരു ടോപ്പിക്ക് കവർ ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പോസ്റ്റ് മൗര്യനായിരിക്കും. ഞാൻ പറഞ്ഞു മൗര്യൻ എന്ന് പറയുന്ന സാമ്രാജ്യം എന്താണ് നശിച്ചു. അപ്പൊ അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ട് മാറുന്നുണ്ട്. അത് 2 രീതിയിൽ മാറുന്നുണ്ട്. ഒരു സൈഡിൽ എന്താണ് ഇന്ത്യയിൽ തന്നെയുള്ള രാജാക്കന്മാരും വരുന്നുണ്ട്, മറ്റൊരു സൈഡിൽ എന്താണ് ഫോറിൻ ഇൻവേഡേഴ്സും വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ 2 രീതിയിൽ നമുക്ക് എന്താണ് പോസ്റ്റ് മൗര്യൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പൊ പോസ്റ്റ് മൗര്യനും അത് കഴിഞ്ഞിട്ടുള്ള ഗുപ്ത എംപയറും ആയിരിക്കും അത് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വരുന്നിടം വരെ ബൈ.